ഞാൻ അതിശയോക്തി പറയല്ല, 3:45 ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റത്. 3:45. 15-16 വയസ്സുള്ള കൊച്ച് എന്ത് പാപം ചെയ്യാനാണ്? പക്ഷെ ഞാൻ പല സമയത്തും ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ വൈദിക ജീവിതത്തിലെ ശുശ്രൂഷകളിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയി ധ്യാനിപ്പിച്ച്, എത്രയോ രാജ്യങ്ങളിൽ പോയി ധ്യാനിപ്പിച്ചിട്ടും എനിക്ക് ഏറ്റവും അനുഭവേദ്യമായി തോന്നിയിട്ടുള്ളത് എപ്പോഴും ഈ കുമ്പസാരത്തിൻ്റെ മണിക്കൂറുകളാണ്. ഈ കൊച്ചിൻ്റെ ജീവിതം മുഴുവനും കൂടെ ഈശോ എടുത്ത് മാറ്റി ഒരു പുതിയ ലെവലിലേക്ക് മാറ്റുന്നത്. ഇന്ന് ഞാൻ യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റൊരു കുമ്പസാരത്തിൻ്റെ അനുഭവം ഇങ്ങനെ ഷെയർ ചെയ്യുകയുണ്ടായി. കുമ്പസാരത്തിലെ പാപങ്ങളല്ല, കുമ്പസാരത്തിൻ്റെ അനുഭവം. ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു 1.25 മണിക്കൂറോളം നിന്ന് കുമ്പസാരിച്ചു. കുമ്പസാര രഹസ്യമല്ല, പക്ഷേ അതിനകത്തൊരു സിംഹഭാഗവും അവളുടെ കണ്ണുനീരായിരുന്നു, കരച്ചിലാണ്. രാത്രിയിലെ ആരാധനയുടെ സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു അച്ഛൻ ദീപികാരൻ്റെ പ്രദർശനം നടത്തുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈശോ അവരിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കും, ഓരോ കാര്യങ്ങൾ പറയുമായിരിക്കും, മൗനമായിട്ട് പറയുമായിരിക്കും. ഒരു പകുതിയോളം എത്തുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ അടുത്തേക്കുന്നത്. ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ നിർത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ കൊച്ചിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇവളിങ്ങനെ ഒരു ചേട്ടനെ കൈ കിട്ടിയ പോലെ അവളിങ്ങനെ കഴുത്തെ കുത്തി പിടിക്കുന്നത് പോലെ അവൾ ഈശോയെ ഈ അരുളിക്ക ഇങ്ങനെ പിടിക്കുകയാണ്, വിടുന്നില്ല. പാട്ടുകാരൻ അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അൾത്താരയിൽ നിന്ന് സ്തുതിപ്പിക്കുകയോ അല്ലെങ്കിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ആരാധനയായിട്ട് പോയ അച്ഛൻ അവിടെ നിന്ന് വേർക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പള്ളിയിലുള്ള ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലുള്ള അരുളിക്ക ഭയങ്കര വെയിറ്റാണ്, ഭയങ്കര ഹെവിയാണ്. അപ്പം അത് ഞാനൊക്കെ സാധാരണ പ്രദർശനത്തിന് പോവുകയാണെങ്കിൽ ഈ ലോഹയുടെ ബട്ടൺ സേലോട്ടൊന്ന് കുരുപ്പി വെച്ചിട്ട്, ദൈവകൃപ കാരണം എനിക്ക് കുടവയറ് വരുന്നില്ല, അതിൻ്റെ ഒരു കൃപ എനിക്ക് കിട്ടിയിട്ടില്ല, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വയറിനകത്ത് വയറെ വെക്കാറുണ്ട്. ഈ ബട്ടൺ സേലോട്ട് ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടാണ് ഞാൻ ബ്ലെസ്സിങ് കൊടുക്കുക. കാരണം അത് പൊങ്ങില്ല, നല്ല വെയിറ്റാണ്. ബ്ലെസ്സിങ് കൊടുക്കുന്ന സമയത്ത് കുഴപ്പമില്ല, പക്ഷെ നമ്മളിങ്ങനെ പ്രദർശനത്തൊക്കെ പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ കൊച്ചച്ഛൻ, എൻ്റെ കൂടെയുള്ള കൊച്ചച്ഛൻ ആളിച്ചിരി ജിമ്മനൊക്കെയാണ്, പക്ഷെ അച്ഛൻ അവിടെ നിന്ന് വേർക്കാണ്. ഇനി സാധാരണ ആൾക്കാർ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുള്ളൂ, ഈ കൊച്ച് വിടുന്നില്ല. ഈശോ ഇങ്ങനെ ആസിഫ് തൊട്ട് മുമ്പിൽ ഒരാളെ കിട്ടി ആ ആളുടെ കോളറയിൽ ഇങ്ങനെ പിടിക്കുന്നു, അതുപോലെ ഇങ്ങനെ ഈശോയെ പിടിച്ചേക്കാണ്. നീ കണ്ടിട്ട് കൊതി വന്നു. അച്ഛനെന്ന നിലയിൽ ഞാൻ ഇത്രയും കൊതിയോടെ ഇവിടെ ഈശോയെ പിടിച്ചിട്ടില്ലോ എന്ന് വിചാരിച്ചു. കരയാണ്, നിർത്തോണ്ട് കരയാണ്. അതിൻ്റെ അമ്മച്ചിക്ക് നാണക്കേടെ. കൊച്ചു പ്രാർത്ഥിക്കുകയാണ്, അമ്മച്ചിക്ക് നാണക്കേടല്ലേ? അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇവിടെ ഉള്ളവരെ? ഇല്ല, കൊച്ചുങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അവർ പ്രാർത്ഥിക്കും, അത്രയും മതി എന്നൊന്നും പറഞ്ഞേക്കില്ല അമ്മച്ചിമാരും അപ്പച്ചന്മാരും കേട്ടോ. ഇടി നിങ്ങൾക്കിട്ടായിരിക്കും കിട്ടുന്നത് ഈശോടെ. ഇപ്പം അമ്മച്ചിക്ക് പക്ഷേ വെച്ചിട്ട് നാണക്കേടൊക്കെ തന്നെ എല്ലാവരും നോക്കുവാണല്ലോ കൊച്ചിനെ. 15 വയസ്സുള്ള ഇത്ര കുഞ്ഞു കൊച്ചല്ലേ. അമ്മ പറയുന്നു പോയിട്ട് ഇങ്ങനെ തോണ്ടാൻ എവിടെ ഈശോയെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ തോണ്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അവള് അലച്ച് കരയാണ്, ചങ്കു പൊട്ടി കരയാണ്. അപ്പം ഇവിടെ അച്ഛൻ പതുക്കെ ഈശോയെ പിടിച്ച് കുലുക്കി പതുക്കെ പിടിച്ച് മാറ്റി അടുത്ത ആളുടേക്ക് പോയി. കാരണം ആരാധന ഇങ്ങനെ നിന്നോണ്ടിരിക്കുക. അവള് 10-12 മിനിറ്റോളം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അന്ന് രാത്രി മുഴുവൻ, ആ ആരാധനയുടെ മണിക്കൂർ മുഴുവൻ ഇവള് നിർത്താണ്ട് കരയുകയായിരുന്നു. ഇവളുടെ അടുത്തുള്ളവർ പിറ്റേ ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയുമ്പോൾ മനസ്സിലാണ്. ആ സാക്ഷ്യം പറയുന്ന സമയത്ത് ഇവർ പറയാണ്, ഈ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ഈശോയെ സ്നേഹിക്കാൻ തോന്നിയത്. ഇതൊക്കെ അത്ഭുതമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ മുമ്പിൽ ഇതൊക്കെ അത്ഭുതമാണ്. ഈശോയെ ഇവളെ ശരിക്കും അങ്ങ് പിടിക്കുകയാണ്. കാരണം കർത്താവ് ആ കുമ്പസാരത്തിൽ അവളെ ചങ്കില് കയറി പിടിച്ചു. ഇനി ഈശോ ഉണ്ട് നിനക്കെന്ന്. കാരണം അത്ര വലിയ വേദന, അതൊരു കുമ്പസാരമായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തെ, അത്ര വലിയ വേദനയിലൂടെ കുഞ്ഞ് കടന്നുപോയി. രക്ഷിക്കാൻ ഒരാൾക്കും പറ്റിയല്ല, ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ഈശോ ആ കുമ്പസാരക്കൂട്ടിൽ വെച്ച് ചെയ്തു. ആ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൾ ആരാധനയ്ക്ക് ഈശോയെ ഇങ്ങനെ കഴുത്തിന് കുത്തി പിടിച്ച് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ജീവിതത്തിലെ സകല സങ്കടങ്ങൾക്കും സകല കണ്ണുനീരുകൾക്കും ഉത്തരം കിട്ടുന്ന ഒരു മൊമെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ച കിട്ടത്തില്ല. നിങ്ങളിങ്ങനെ സന്തോഷം കൊണ്ടൊരു പറവയെ പോലെ ഇങ്ങനെ പറന്നു നടക്കും. പിന്നെ ആരെന്നാ പറഞ്ഞാലും ആരെന്നാ കളിയാക്കിയാലും എന്ത് സങ്കടങ്ങൾ ഈ ജീവിതം നിങ്ങളുടെ മുമ്പിൽ തന്നാലും നിങ്ങളിങ്ങനെ നെഞ്ചിൻ നിവർത്തി നിൽക്കും. അടുത്ത പോരട്ടെ, ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഇന്ന് ഈ രാത്രി നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ നിങ്ങളുടെ മനസ്സിനെ തൊട്ട് സകല സങ്കടങ്ങളും സകല ഭയങ്ങളും എടുത്തു മാറ്റണം. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു പെങ്കൊച്ചൊരു 15-16 വയസ്സുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ അവളിങ്ങനെ തുടക്ക ദിവസം പോലെ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഒത്തിരി പുറകിലാണ് ഇരുന്ന അവളുടെ അമ്മച്ചിയുടെ കൂടെയൊക്കെ ഇരുന്നു. അങ്ങനെ ഭയങ്കര ഒത്തിരി ദുഃഖമുള്ള ഒരു കുഞ്ഞായിട്ട് ഇങ്ങനെ നമ്മുടെ കാഴ്ചയിൽ തന്നെ തോന്നുമായിരുന്നു. അപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ ഒരു ദിവസം പിന്നിട്ടപ്പോൾ എന്നെ വന്ന് കണ്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ കുമ്പസാരം കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പിറ്റേ ദിവസം രാവിലെ വന്ന് ഈ കുമ്പസാരത്തിൻ്റെ ഒരു മണിക്കൂർ അടുത്തപ്പോൾ തന്നെ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കുമ്പസാരിക്കാൻ ഇരിക്കുന്നില്ല. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആളുകളെ കാണാനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മറ്റച്ഛന്മാരെ വേറെ വിളിച്ചിട്ടുണ്ട്.
അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമാണ്, അച്ഛന് പറ്റുമോ എന്ന് ചോദിച്ചു. ഒറ്റ കരച്ചിലുകാരൻ. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ മോള് ഒരു കാര്യം ചെയ്യ്, കൃത്യം 2 മണിക്ക് വരണം എന്ന്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കുമ്പസാരം തുടങ്ങുന്നത്. അപ്പോൾ ആരാധന എടുത്ത് വെക്കും. കൃത്യം 2 മണിക്ക് നീ വരണം എന്ന്. അങ്ങനെ അവൾ 2 മണിയായപ്പോൾ കൃത്യം വന്ന് സങ്കീർത്തിയിൽ കുമ്പസാരം തുടങ്ങി. ഞാൻ അതിശയോക്തി പറയല്ല, 3:45 ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റത്. 3:45. 15-16 വയസ്സുള്ള കൊച്ച് എന്ത് പാപം ചെയ്യാനാണ്? പക്ഷെ ഞാൻ പല സമയത്തും ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ വൈദിക ജീവിതത്തിലെ ശുശ്രൂഷകളിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയി ധ്യാനിപ്പിച്ച്, എത്രയോ രാജ്യങ്ങളിൽ പോയി ധ്യാനിപ്പിച്ചിട്ടും എനിക്ക് ഏറ്റവും അനുഭവേദ്യമായി തോന്നിയിട്ടുള്ളത് എപ്പോഴും ഈ കുമ്പസാരത്തിൻ്റെ മണിക്കൂറുകളാണ്. ഈ കൊച്ചിൻ്റെ ജീവിതം മുഴുവനും കൂടെ ഈശോ എടുത്ത് മാറ്റി ഒരു പുതിയ ലെവലിലേക്ക് മാറ്റുന്നത്. ഇന്ന് ഞാൻ യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റൊരു കുമ്പസാരത്തിൻ്റെ അനുഭവം ഇങ്ങനെ ഷെയർ ചെയ്യുകയുണ്ടായി. കുമ്പസാരത്തിലെ പാപങ്ങളല്ല, കുമ്പസാരത്തിൻ്റെ അനുഭവം. ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു 1.25 മണിക്കൂറോളം നിന്ന് കുമ്പസാരിച്ചു. കുമ്പസാര രഹസ്യമല്ല, പക്ഷേ അതിനകത്തൊരു സിംഹഭാഗവും അവളുടെ കണ്ണുനീരായിരുന്നു, കരച്ചിലാണ്. അന്ന് വൈകിട്ട് രാത്രിയിലെ ആരാധനയുടെ സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു അച്ഛൻ ദൈവികാരുണ്യ പ്രദർശനം നടത്തുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈശോ അവരിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കും, ഓരോ കാര്യങ്ങൾ പറയുമായിരിക്കും, മൗനമായിട്ട് പറയുമായിരിക്കും. ഒരു പകുതിയോളം എത്തുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ അടുത്തേക്കുന്നത്. ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ നിർത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ കൊച്ചിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇവളിങ്ങനെ എന്താ ഒരു ചേട്ടനെ കൈ കിട്ടിയ പോലെ അവളിങ്ങനെ കഴുത്തെ കുത്തി പിടിക്കുന്ന പോലെ അവൾ ഈശോ ഈ അരുളിക്ക ഇങ്ങനെ പിടിക്കാം, വിടുന്നില്ല. പാട്ടുകാരൻ അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അൾത്താരയിൽ നിന്ന് സ്തുതിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ആരാധനയായിട്ട് പോയ അച്ഛൻ അവിടെ നിന്ന് വേർക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പള്ളിയിലുള്ള ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലുള്ള അരുളിക്ക ഭയങ്കര വെയിറ്റാണ്, ഭയങ്കര ഹെവിയാണ്. അപ്പോൾ അത് ഞാനൊക്കെ സാധാരണ പ്രദർശനത്തിന് പോവുകയാണെങ്കിൽ ഈ ലോഹയുടെ ബട്ടൺ സേലോട്ടൊന്ന് കുരുപ്പി വെച്ചിട്ട്, ദൈവകൃപ കാരണം എനിക്ക് കുടവയറ് വരുന്നില്ല, അതിൻ്റെ ഒരു കൃപ എനിക്ക് കിട്ടിയിട്ടില്ല, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വയറുണ്ടായിരുന്നേ വയറേ വെക്കായിരുന്നു. ഈ ബട്ടൺ സേലോട്ട് ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടാണ് ഞാൻ ബ്ലെസ്സിങ് കൊടുക്കുക. കാരണം അത് പൊങ്ങില്ല, നല്ല വെയിറ്റാണ്. ബ്ലെസ്സിങ് കൊടുക്കുന്ന സമയത്ത് കുഴപ്പമില്ല, പക്ഷെ നമ്മളിങ്ങനെ പ്രദർശനത്തൊക്കെ പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ കൊച്ചച്ഛൻ, എൻ്റെ കൂടെയുള്ള കൊച്ചച്ഛൻ ആളിച്ചിരി ജിമ്മനൊക്കെയാണ്, പക്ഷേ അച്ഛൻ അവിടെ നിന്ന് വേർക്കാണ്. ഈ സാധാരണ ആൾക്കാർ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുള്ളൂ, ഈ കൊച്ച് വിടുന്നില്ല. ഈശോ ഇങ്ങനെ ആസിഫ് തൊട്ട് മുമ്പിൽ ഒരാളെ കിട്ടി ആ ആളുടെ കോളറയിൽ ഇങ്ങനെ പിടിക്കുന്നു, അതുപോലെ ഇങ്ങനെ ഈശോയെ പിടിച്ചേക്കാണ്. നീ കണ്ടിട്ട് കൊതി വന്നു. അച്ഛനെന്ന നിലയിൽ ഞാൻ ഇത്രയും കൊതിയോടെ ഇവിടെ ഈശോയെ പിടിച്ചിട്ടില്ലോ എന്ന് വിചാരിച്ചു. അവൾ കരയാണ്, നിർത്തോണ്ട് കരയാണ്. അതിൻ്റെ അമ്മച്ചിക്ക് നാണക്കേടെ. കൊച്ചു പ്രാർത്ഥിക്കുകയാണ്, അമ്മച്ചിക്ക് നാണക്കേടല്ലേ? അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇവിടെ ഉള്ളവര്? ഇല്ല, കൊച്ചുങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അവർ പ്രാർത്ഥിക്കും, അത്രയും മതി എന്നൊന്നും പറഞ്ഞേക്കില്ല അമ്മച്ചിമാരും അപ്പച്ചന്മാരും കേട്ടോ. ഇടി നിങ്ങൾക്കിട്ടായിരിക്കും കിട്ടുന്നത് ഈശോടെ. ഇപ്പം അമ്മച്ചിക്ക് പക്ഷേ വെച്ചിട്ട് നാണക്കേടൊക്കെ തന്നെ എല്ലാവരും നോക്കുവാണല്ലോ കൊച്ചിനെ. 15 വയസ്സുള്ള ഇത്ര കുഞ്ഞു കൊച്ചല്ലേ. അമ്മ പറയുന്ന പോയിട്ട് ഇങ്ങനെ തോണ്ടാനൊക്കെ തുടങ്ങി. എവിടെ ഈശോയെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഇവളെ തോണ്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അവള് അലച്ച് കരയാണ്, ചങ്കു പൊട്ടി കരയാണ്. അപ്പം ഇവിടെ അച്ഛൻ പതുക്കെ ഈശോയെ പിടിച്ച് കുലുക്കി പതുക്കെ പിടിച്ച് മാറ്റി അടുത്തയാളുടേക്ക് പോയി. കാരണം ആരാധന ഇങ്ങനെ നിന്നോണ്ടിരിക്കുക. അവള് 10-12 മിനിറ്റോളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അന്ന് ആ രാത്രി മുഴുവൻ, ആ ആരാധനയുടെ മണിക്കൂർ മുഴുവൻ ഇവള് നിർത്താണ്ട് കരയുകയായിരുന്നു. ഇവളുടെ അടുത്തുള്ളവർ പിറ്റേ ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയുമ്പോൾ മനസ്സിലാണ്. ആ സാക്ഷ്യം പറയുന്ന സമയത്ത് ഇവർ പറയാണ്, ഈ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ഈശോയെ സ്നേഹിക്കാൻ തോന്നി. ഇതൊക്കെ അത്ഭുതമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ മുമ്പിൽ ഇതൊക്കെ അത്ഭുതമാണ്. ഈശോയെ ഇവളെ ശരിക്കും അങ്ങ് പിടിക്കുകയാണ്. കാരണം കർത്താവ് ആ കുമ്പസാരത്തിൽ അവളുടെ ചങ്കിൽ കയറി പിടിച്ചു. ഇനി ഈശോ ഉണ്ട് നിനക്കെന്ന്. കാരണം അത്ര വലിയ വേദന, അതൊരു കുമ്പസാരമായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തെ, അത്ര വലിയ വേദനയിലൂടെ കുഞ്ഞ് കടന്നുപോയി. രക്ഷിക്കാൻ ഒരാൾക്കും പറ്റിയല്ല, ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ഈശോ ആ കുമ്പസാരക്കൂട്ടിൽ വെച്ച് ചെയ്തു. ആ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൾ ആരാധനയ്ക്ക് ഈശോയെ ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. വളരെ വെച്ച് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു മൊമെന്റ് നമുക്ക് വരാം, ഏതൊരു പ്രായത്തിലും അത് വരാം. ജീവിതത്തിലെ സകല സങ്കടങ്ങൾക്കും സകല കണ്ണുനീരുകൾക്കും ഉത്തരം കിട്ടുന്ന ഒരു മൊമെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. നിങ്ങളിങ്ങനെ സന്തോഷം കൊണ്ടൊരു പറവയെ പോലെ ഇങ്ങനെ പറന്നു നടക്കും. പിന്നെ ആരെന്നാ പറഞ്ഞാലും ആരെന്നാ കളിയാക്കിയാലും എന്ത് സങ്കടങ്ങൾ ഈ ജീവിതം നിങ്ങളുടെ മുമ്പിൽ തന്നാലും നിങ്ങളിങ്ങനെ നെഞ്ചിൻ നിവർത്തി നിൽക്കും. അടുത്ത പോരട്ടെ, ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഇന്ന് ഈ രാത്രി നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ നിങ്ങളുടെ മനസ്സിനെ തൊട്ട് സകല സങ്കടങ്ങളും സകല ഭയങ്ങളും എടുത്തു മാറ്റണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകൈ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അത് സംഭവിക്കേണ്ടത് നമ്മുടെ ഒരു തീരുമാനത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാത്രി നിങ്ങൾ ഈ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഈശോയോട് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കാലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ചോദ്യങ്ങളും ഒക്കെ ഈശോയോട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ സാധാരണ രീതിയിൽ ഒരു ഭക്തൻ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നതാണ്, ഈശോ എനിക്ക് ഇങ്ങനെ ഒരു സങ്കടമുണ്ട്, നീ ഇതെടുത്തു മാറ്റും. എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമാണ്, ഇതെടുത്തു മാറ്റും. ഈ രോഗം എന്നെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, ഇതെടുത്തു മാറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ എത്ര സങ്കടം ഈശോ എടുത്തു മാറ്റിയുണ്ട്. പക്ഷേ ഒരു കാര്യം അച്ഛൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ ഇപ്പോഴും നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, ഈശോ നിങ്ങളുടെ സങ്കടങ്ങൾ എടുത്തു മാറ്റിയിട്ടില്ലെങ്കിലും അവൻ എല്ലാ സങ്കടങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ സങ്കടങ്ങൾ എടുത്തു മാറ്റിയിട്ടില്ലെങ്കിലും, അവൻ വേദനകൾ എടുത്തു മാറ്റിയിട്ടില്ലെങ്കിലും, അവൻ ആ സങ്കടങ്ങളും വേദനകളും ഏറ്റെടുത്തിട്ടുണ്ട്. ചേർന്ന് പറ ഹല്ലേലൂയ. ഇല്ലേ, നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുമോ? എന്തോരം സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ, എന്തോരം സഹനങ്ങളിലൂടെ. ഒന്ന് തീരുമ്പത്തേന് അടുത്തത്. നമ്മുടെ ബംഗാളി പിള്ളേരൊക്കെ പിന്നെ വഴിവക്കി ഒന്ന് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന കണ്ടിട്ടില്ലേ? കരിമ്പിൻ ജ്യൂസ്. അച്ഛൻ വന്ന ദിവസം പോലെ ഫുഡിൻ്റെ കാര്യമാണല്ലോ പറയണേ, പട്ടിണി കൊണ്ടാ ഈ കരിമ്പിൻ ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ 20 രൂപ കൊടുത്തിട്ട് ഗ്ലാസ് കുടിച്ചിട്ട് പോകരുത്. പക്ഷെ അത് ശ്രദ്ധിക്കണം അവരെന്നാ ചെയ്യുന്നതെന്ന്. ഈ കരിമ്പങ്ങ് കയറ്റി വിടും, ഈ മെഷീൻ നിൽക്കില്ല. നമ്മൾ ചില സമയത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ ഓർക്കും, ഇവന്മാർക്ക് ബുദ്ധിയില്ല, ഇത് ഓഫാക്കി ഇട്ടാൽ പോരെ എന്നൊക്കെ ചിന്തിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ജീവിതമാണ് ബംഗാളി പിള്ളേർ കാണിച്ചിരുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അതിങ്ങനെ അരച്ചുകൊണ്ടിരിക്കും. നമുക്ക് ജ്യൂസ് ആവശ്യമാണോ, ഈ കരിമ്പ് ഈ ജീവിതത്തെ അതിൻ്റെ അകത്തേക്ക് കയറ്റിവിടും, അരയ്ക്കും. കർത്താവിനോട് നമ്മൾ പറയും, കർത്താവേ അരഞ്ഞു കേട്ടോ, 10ാം വയസ്സിൽ കിട്ടിയ വേദനയാണ്, മതി, ചാറ് പറ്റി. അപ്പോൾ ഈശോ പറയും, ഒന്നും ആയിട്ടില്ല. ആ കരിമ്പ് ഒന്നുകൂടെ മടക്കിയിട്ട് ഈ മെഷീൻ്റെ അകത്തേക്ക് വെക്കും, ഒന്നും കൂടെ അരയ്ക്കും. 20ാം വയസ്സിലെ സങ്കടം, ആ സങ്കടം തീർന്ന് കർത്താവെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട, ഈ യുവത്വത്തിൽ അനുഭവിക്കേണ്ട വേദനയെല്ലാം ആയി എന്ന് പറയുമ്പോൾ ഈശോ അതൊന്നുകൂടെ മടക്കും, എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് വെക്കും. 45ാം വയസ്സിൽ അടുത്ത സങ്കടം, ചാറ് പറ്റി. കർത്താവെ ഇനി പറ്റൂല, തീർന്നു, ഇനി എങ്ങോട്ടെങ്കിലും കളയാനുള്ളൂ, വല്ല ശവക്കുഴിയിലും കൊണ്ട് കളയാനുള്ളൂ, ചാറ് പറ്റി. നോ. ഈശോ അപ്പോൾ പറയും, ഈശോ അപ്പോൾ ഒന്നും പറയില്ല. ഒരു സാധ്യതയില്ലാന്ന് തോന്നുമ്പോഴത്തേനും ഈശോ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം നാരങ്ങ ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെക്കും. നിൻ്റെ അകത്തുനിന്ന് ഇനിയും സാധ്യതയുണ്ടെന്ന് പറയും, ഒന്നുകൂടെ കയറ്റിവിടും, അരച്ച്. ഒരു 70 വയസ്സിലോ 80 വയസ്സിലോ 100 വയസ്സിലോ നിങ്ങൾ മരിക്കുമ്പോൾ ചാറ് എടുക്കാൻ ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ ചിലപ്പോൾ ജീവിതം ഈശോ അങ്ങനെ ചില സഹനങ്ങളിലൂടെ കടത്തി വിട്ടേക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ എപ്പോഴും ഉറച്ച് വിശ്വസിച്ചേക്കുക, നിങ്ങളെക്കുറിച്ച് കരുതലില്ലാത്ത ഒരപ്പനല്ല, നിങ്ങളെ സങ്കടങ്ങളിലേക്ക് ഇറക്കി വിട്ടിട്ട് കൈകെട്ടി നിൽക്കുന്ന ഒരു ദൈവമല്ല. അവൻ ഇതെല്ലാം കാണുന്നുണ്ട്. സങ്കീർത്തനം 10:14 നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അവൻ കാണുന്നുണ്ട്, അവൻ അതെല്ലാം ഏറ്റെടുക്കും. എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും അവൻ കാണുന്നുണ്ട്, അവൻ അതെല്ലാം ഏറ്റെടുക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയ്ക്ക് അപ്പുറമാണെന്ന് തോന്നിയാൽ ഓർക്കണം, കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 10:13 പൗലോസ് സ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റാവുന്ന പ്രലോഭനങ്ങളെ കർത്താവ് നമുക്ക് അനുവദിക്കുകയുള്ളൂ. താങ്ങാൻ പറ്റില്ലെന്ന് തോന്നിയാൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് തരും. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഈ ഒരു 10 ലക്ഷം രൂപ കടം എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. പക്ഷേ 10 ലക്ഷം രൂപ കടം നിന്റെ ജീവിതത്തിൽ ഈശോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൂടി കർത്താവ് നിനക്ക് തരും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അത് ആ കടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് സങ്കടം ആയിക്കോട്ടെ, എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇതെന്ന്. ചിലപ്പോൾ വ്യക്തികളെ നോക്കിയിട്ടായിരിക്കും, ജീവിത പങ്കാളിയെ നോക്കിയിട്ടായിരിക്കും, എനിക്ക് പറ്റുന്ന ഒരാളല്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മളത് ഏറ്റെടുക്കുകയാണ്. കാരണം ഈശോ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്തു. നിനക്ക് താങ്ങാൻ പറ്റുന്ന വേദന അവൻ തന്നിട്ടുള്ളൂ. താങ്ങാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നിയാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് നിനക്ക് തരും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ നോബിളച്ചൻ പറഞ്ഞ ഒരു വചനം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അതൊരു ബോധ്യത്തോടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം. 115 സങ്കീർത്തനം 12 വാക്യം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നേരിട്ട് പറഞ്ഞേ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നുണ്ടോ? വലതുകരം ഹൃദയത്തോട് ചേർത്ത് പിടി. പറ, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. അടുത്തിരിക്കുന്ന കയ്യപ്പിടി, കണ്ണിൽ നോക്ക്. ഓ മലയാളീസ്, കണ്ണിൽ മാത്രം നോക്കൂ. കണ്ണിൽ മാത്രം നിങ്ങൾ നോക്കില്ലല്ലോ, കണ്ണിൽ നോക്കി പറ, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. ഇത് തൃശ്ശൂർ ജില്ലയാണത്.
ഒത്തിരി സ്നേഹമുള്ളവരാണെന്നാണ് പൊതുജന അഭിപ്രായം. നിങ്ങൾ സ്വന്തം നെഞ്ചത്ത് കൈവച്ചപ്പോൾ നല്ല ശബ്ദമായിരുന്നല്ലോ. നന്നായിട്ട് അവരെ അനുഗ്രഹിക്കും. പറ, കർത്താവിന് നിന്നെക്കുറിച്ച്, അയ്യോ അവരുടെ കയ്യെ പിടി, കണ്ണെ തൊട്, അല്ല കണ്ണെ നോക്ക്. പറ, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചേ? ഉണ്ട്. ഇനി അവരെ ഒന്നും കൂടെ നോക്കി വെച്ചു. ഇനി എങ്ങാനും അനുഗ്രഹിക്കപ്പെടാണ്ടിരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും പറയരുത്. ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് പിടി, വലതുകരം ഇങ്ങോട്ട് നീട്ടിപ്പിടി. അങ്ങനെ ഇപ്പോൾ ഓസിക്ക് അനുഗ്രഹം മേടിക്കണ്ട. പറ, കർത്താവിന് അച്ഛനെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് അച്ഛനെ അനുഗ്രഹിക്കും. ഇപ്പം ലാഭം ആർക്കായി? നിങ്ങൾക്കൊക്കെ ഓരോന്നല്ലേ കിട്ടിയുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിൽക്കണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു വചനത്തിൻ്റെയൊക്കെ ശക്തി നിങ്ങൾ ശരിക്കും ഓർക്കേണ്ടത്, ശരിക്കും കൂപ്പുകുത്തി നിൽക്കുമ്പോഴാണ്. ഒരു പ്രതീക്ഷയില്ലാത്തൊരു സമയം ഉണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒരു വെട്ടവും കാണുന്നില്ല, മൊത്തം അടഞ്ഞു കിടക്കുന്ന ഒരു സമയം. ആ സമയത്ത് വേണം ഈ വചനമൊക്കെ നമ്മളെ ശക്തിപ്പെടുത്താൻ, നമ്മൾ ഈ കേൾക്കുന്ന വചനമൊക്കെ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വചനം 115 12 എനിക്ക് കാണാപ്പാട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ഇതൊക്കെ സഹായിക്കുന്ന എന്തിനാണെന്നറിയോ? ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് ഉണ്ടാവില്ല. നാളെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇത് കത്തിച്ചു തരും. കർത്താവിന്, ഞാനിപ്പോൾ ഈ ഇരുട്ടിലാണേലും, ഞാനിപ്പോൾ ഈ സങ്കടത്തിലാണേലും, എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. ഇപ്പം ഞാൻ കടത്തിലാണേലും, ഇപ്പം ഞാൻ രോഗത്തിലാണേലും, ഇപ്പം ഞാൻ കണ്ണുനീരിലാണേലും അവൻ എന്നെ അനുഗ്രഹിക്കും. ചൊല്ലി പറ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം, ജോബിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ജോബ് 23:14. അവിടെ ഇങ്ങനെയാണ് വായിക്കുക: എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും, അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. എന്നേറ്റ് പറഞ്ഞേ, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത്. വചനം ഒച്ചത്തി പറഞ്ഞു കേട്ടോ, കേൾക്കുന്ന സമയത്ത് തന്നെ അത് അഭിഷേകമാവും. പൗലോസ് സ്ലീഹ അപ്പോസ്തലപ്രവർത്തനം 14 നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് അത് സ്ഥിരീകരിച്ചു. ഇത് പറയുന്നത് സത്യമാണെന്നും ഇത് ശക്തിയുള്ളതാണെന്നും കർത്താവ് ഇറങ്ങി സ്ഥിരീകരിച്ചു. അതുകൊണ്ട് നിങ്ങളത് വിശ്വാസത്തോടെ നിങ്ങൾ പറയുന്ന വചനം ഇപ്പം തന്നെ നടക്കണം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ ശക്തിയോടെ, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും, അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? അതായത് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഇപ്പം ഞാനിതേ ഇങ്ങനെ താന്ന് നിൽക്കുകയാണേലും അവൻ്റെ പദ്ധതി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പം ഈശോ നിങ്ങൾക്കൊരു പ്രോമിസ് തന്നേക്കാണ്. ഇങ്ങനൊരു കുടുംബത്തിലേക്ക് നിങ്ങളെ അയക്കുമ്പോൾ, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങളെ പഠിക്കാൻ വിടുമ്പോൾ, ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം തന്നിരിക്കുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിച്ചോളാം. പക്ഷെ ആ വ്യക്തിയോട് കൂട്ടുകൂടിയ പിന്നെ, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ ജീവിതം തുടങ്ങിയ പിന്നെ, ഈ ഒരു ജോലി ആരംഭിച്ച പിന്നെ നിങ്ങൾ വീഴ്ചയോട് വീഴ്ചയായിരിക്കും. എല്ലാം സ്മൂത്തായിട്ട് പൊക്കോണ്ടിരുന്നു. പെട്ടെന്ന് ഇടിവിത്തി പോലെ, ഒരു അഗ്നിപാശം പോലെ ഒരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ, താഴേക്ക് പോയി. ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഈ വചനം കത്തി കയറണം. ഞാനിപ്പോൾ കുഴിയിലാണേലും എനിക്കായിട്ട് അവൻ നിശ്ചയിച്ചിട്ടുണ്ട്, അതവൻ നിറവേറ്റും, അങ്ങനെയുള്ള പലതും അവൻ്റെ മനസ്സിലുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് ആ സമയം കയറിയില്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും, നിങ്ങൾ മനുഷ്യരെ ശപിക്കും, നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയും. ഉള്ളിലോട്ട് അത് എന്നും നിറയണം. ആണി അടിച്ച് നാരായ വേരുകൊണ്ട് ചോര കൊണ്ട് അത് എഴുതി വെക്കണം. എനിക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എൻ്റെ കർത്താവ് നിറവേറ്റും. ഇപ്പം ഞാൻ കൂപ്പുകുത്തി നിൽക്കുകയായിരിക്കും. ഞാൻ ആ മുകളിൽ നിന്ന സമയത്ത് എന്നെ അനുഗ്രഹിച്ച ദൈവം ഞാൻ താഴേക്ക് വീഴുന്നതും കണ്ടിട്ടുണ്ട്. താഴേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ പൊക്കി എടുക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ ക്ലാപ്പ്. യെസ്, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അത് വിശ്വസിച്ചേക്കുക. എനിക്കായിട്ട് നിശ്ചയിച്ചുള്ള നിറവേറ്റും, അത് അവൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ട. അച്ഛൻ പറഞ്ഞത് വീണ്ടും ഒന്ന് അറിഞ്ഞുകൊണ്ട് ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും താണു കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വചനം വേണം. ഇത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കും നിരാശയിലേക്ക് വീണുപോയൊരു വ്യക്തി, സങ്കടത്തിലേക്ക് വീണുപോയ ഒരാൾ. അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും അവർക്ക് നിങ്ങൾ ബോധ്യം കൊടുക്കേണ്ടത് ഇതാണ്: മോനെ, മോളെ, നിനക്ക് വേണ്ടി കർത്താവ് നിശ്ചയിച്ചുള്ള നിറവേറ്റും. അങ്ങനെയുള്ള പലതും കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഇരുട്ടിൽ നിന്ന് കടന്നു പോകുന്ന ഒരാൾക്ക് കയറിപ്പോരാൻ അത് മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് യുവജനങ്ങളുമായിട്ട് ധ്യാനിപ്പിക്കുമ്പോൾ, ഇവിടുത്തെ അടിപൊളിയാട്ടാ, ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചാൽ ഇവിടുത്തെ യുവജനങ്ങൾ അടിപൊളിയാണ്. എന്തിയേ ആരോടും പറയണ്ടാട്ടാ, അവർ വിശ്വസിച്ചോട്ടെ, ഞാൻ നിങ്ങളെ തള്ളിയതാന്നൊക്കെ വിചാരിച്ചോട്ടെ. ഇല്ല, മിടുക്കരാണ്, നല്ല മിടുക്കരായ പിള്ളേരാണ്. അപ്പോൾ
പല സ്ഥലത്തും ഇപ്പോൾ ഈ കഴിഞ്ഞൊരു കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പോസ്റ്റ് കൊറോണ സീസണിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നങ്ങളാണ് ഈ ഡിപ്രഷൻ, അതിൻ്റെ എക്സ്ട്രീമിൽ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്കൊക്കെ പോകാന്നുള്ളത്. അവരെയൊക്കെ ഇപ്പം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലൊക്കെ ആളുകൾ പേരൻസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അച്ഛാ അവരോടൊന്ന് സംസാരിക്കാമോ? ഇപ്പം സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛൻ വീട്ടിലോട്ട് വരണം. അത് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഇവരുടെ റിയാലിറ്റി നമുക്ക് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ എൻ്റെ തിരക്കിലോ ഇല്ലെങ്കിൽ എൻ്റെ മടി കൊണ്ടോ പറയുമായിരിക്കും, എനിക്ക് വീട്ടിലൊന്നും വരാൻ പറ്റില്ല, വേണേ ധ്യാനേന്ദ്രത്തിലോട്ട് വരട്ടെ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും അങ്ങനത്തെ വളരെ മോശമായ സിറ്റുവേഷനിലൂടെ കുറേ കുഞ്ഞുങ്ങൾ കടന്നു പോവാണ്. അവരോടൊരു അച്ഛൻ സംസാരിക്കണം, ഇല്ലെങ്കിൽ അവരോടൊരു കൗൺസിലർ സംസാരിക്കണം, ഒരു സിസ്റ്റർ ബ്രദർ സംസാരിക്കണമെങ്കിൽ അവരിങ്ങോട്ട് വരില്ലെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ അത്ര ഇരുട്ടിലേക്ക് വീണു പോയ മക്കളാണ്. നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല, നിങ്ങളുടെ വീട്ടിലുണ്ടാവും അങ്ങനെ ഒരാൾ, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്തൊരു വിഷമമായിട്ട് അവരിയ്ക്കുകയാണ്. എന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അവർ പള്ളി വരുന്നുണ്ടാവില്ല, നിങ്ങൾ പല കാരണങ്ങൾ പറയുമായിരിക്കും. പക്ഷെ എന്തോ ഒരു നിരാശ ആ കുഞ്ഞുങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ടാകും. അറിഞ്ഞൂടാ. അവരെ കുറ്റപ്പെടുത്താൻ ഒന്നും പോകണ്ട. നിങ്ങൾ അവർക്ക് വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഇടവകയിലെ കുടുംബങ്ങളിലെ കുഞ്ഞുമക്കൾക്ക്, യുവജനങ്ങൾക്ക് വേണ്ടി നിരാശയിലേക്ക് വീണു പോവാണ്. ആ നിരാശയിലേക്ക് പോകുന്നവരെ ആകർഷിക്കാൻ കൊമ്പും കുലുക്കി ഒത്തിരി അണ്ണന്മാർ പുറത്തു നിൽപ്പുണ്ട്. അവരതിനകത്തോട്ട് പെട്ടെന്ന് വീണുപോകും പലതരം ലഹരികളിലേക്ക്. ആ ലഹരികളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ തിരിച്ചു പിടിക്കാനുള്ള ഒരേ ഒരു ലഹരി നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പരിഗണന, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇവൻ കൈവിട്ടു പോയി, ഇവൾ കൈവിട്ടു പോയി എന്ന് പറഞ്ഞിട്ട് ഒരാളെയും മാറ്റി നിർത്തിയേക്കരുത്. ഇപ്പം നിങ്ങൾ ചിലപ്പം ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുമായിരിക്കും കുറേ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഒഴിവാക്കി വിട്ടേക്കരുത്. ഇവൻ പള്ളി കയറുകയല്ല, ഇവൻ പോയി ഗോൺ കേസ് എന്ന് പറഞ്ഞേക്കല്ലേ. അത് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഒരച്ഛനെന്ന നിലയിൽ എനിക്കിപ്പോൾ ഈ പുറത്തിരിക്കുന്ന പിള്ളേരെ നോക്കി, പുറത്തിരിക്കുന്നതെന്ന് വിഷമിക്കണ്ട കേട്ടാ, ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്, എന്നോട് പൊറുക്കൂ, ഒരു ഉദാഹരണം പറയുന്നതാണ്. ഇപ്പോൾ പള്ളി കയറുന്നില്ലാത്ത ഒരുത്തനെ കണ്ടിട്ട് ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് പറയാം, നീ ഗുണം പിടിക്കുമെന്ന് തോന്നുന്നില്ല. എളുപ്പത്തിൽ തീർന്നു, ഒരു ശാപവാക്ക് തീർന്നു. അത് പറയാൻ എളുപ്പമാണ്, എനിക്ക് എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ അവർക്ക് വേണ്ടി മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അച്ചോ എനിക്കുള്ള ചോദ്യം. എനിക്കിത് പറഞ്ഞ് ഒഴിവാക്കാം, ഞാനത് ഒഴിവാക്കിയില്ല. കാരണം എനിക്ക് വേണ്ടി ഈശോ തന്നേക്കുന്നത് ഈ യുവജനങ്ങളെ ആയതുകൊണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം ഇതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു നിരാശയിലേക്ക്, ആ നിരാശ കാരണം ചില അബദ്ധങ്ങളിലേക്ക്, ചില ലഹരികളിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് അവർ കാതോർക്കില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയോടാണ്. അവരോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കൊന്നും അറിയത്തുണ്ടാവില്ല. ഒരു ധ്യാനഗുരുവിൻ്റെ അടുത്തേക്ക് അവർ പോവില്ലായിരിക്കും, അച്ഛൻ്റെ അടുത്തോ സിസ്റ്റേഴ്സിൻ്റെ അടുത്തോ പള്ളിയിലേക്ക് അവർ പോവില്ലായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരൊറ്റ സുവിശേഷം ഉണ്ടാകണം. മോനെ, മോളെ, നിനക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് നിന്റെ അപ്പ ദൈവം നിറവേറ്റും. അവൻ ആ നിരാശയിൽ നിന്ന് അവൾ ആ നിരാശയിൽ നിന്ന് കയറിപ്പോരും. മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഉറപ്പ് തരികയാണ്, അങ്ങനെ പറയാൻ ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തുണ്ടാകും. നിങ്ങളായിരിക്കും അതിലൊരാൾ. ഒരാളൊന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, ഒരാളൊന്ന് തട്ടി കയറിപ്പോരാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തിയാൻ. നമുക്കത് കിട്ടാതെ പോയതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട. അത് അർഹതപ്പെട്ട കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ ഒരു നല്ല വാക്കിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരാൾ നിങ്ങളുടെ അടുത്തുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ഒരു നല്ല വാക്ക് പറയുകയും ചെയ്യുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നേരം തുറന്നു പിടിച്ചേ. നിങ്ങൾ ഇതുവരെ ആരും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. സ്വന്തം തോളെ തട്ടിയിട്ട് പറ, ഞാൻ കൊള്ളാം പറഞ്ഞേ. കൊള്ളു ഇങ്ങനെ പറഞ്ഞ കേട്ടോ, നന്നിട്ട് പറഞ്ഞു, ഞാൻ കൊള്ളാം പറഞ്ഞേ. ഇനി അടുത്തിരിക്കുന്നവരുടെ തോളെ തട്ടിയിട്ട് പറഞ്ഞേ, നീ കൊള്ളാന്ന് പറ. ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇത് പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ അവരവരുടെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായിരിക്കും. ഒക്കെ നോക്കിയിട്ട് നീ കൊള്ളും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും പറയാതെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ വെച്ചാൽ ഈ വാക്കിന് അത്രയും ശക്തിയാണ്. ഈ ഒരു പാട്ടുണ്ടല്ലോ, ജോൺ എന്ത് പോയോ? ജോൺ പോയിരിക്കുന്നു. ഒരു പാട്ട് നിങ്ങൾക്ക് അറിയാവുന്ന, നമ്മുടെ ഒരു പെന്തക്കോസ്ത് ഗ്രൂപ്പിൽ സഹോദരങ്ങൾ പാടിയ ഒരു വാക്ക് മതി എനിക്കത് മതി എന്നൊരു പാട്ടുണ്ടല്ലോ. പാട്ടിനെ കുറിച്ച് ചിന്തിക്കാനല്ല, ശരിക്കും വാക്കിന് അത്ര ഒരു ശക്തിയുണ്ട്. നിങ്ങളെല്ലാവരും വ്യക്തിപരമായിട്ട് ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഒന്നുകിൽ വളർത്തിയതോ നിങ്ങളെ ഒന്നുകിൽ തളർത്തിയതോ ആരുടെയോ വാക്കാണ്. ആണോ? നീ കൊള്ളാമെന്ന് ആരോ പറഞ്ഞു, ഒരു കഴിവില്ലെങ്കിലും നമ്മളിങ്ങനെ റോക്കറ്റ് പോലെ പോകും. നീ എവിടെ എത്തില്ലെന്ന് പറഞ്ഞാൽ കഴിവുള്ളവനും അവിടെ കിടക്കും. പണ്ട് സ്കൂളിൽ ഞാൻ കഥ പറയാൻ ഇച്ചിരി ബോറനാണ്, എന്നാലും ഇത് കഴിയുമ്പോൾ ഒന്ന് ചിരിച്ചേക്കണം കേട്ടോ. സ്കൂളിൽ ഇങ്ങനെ ഒരു സ്കൂളിൽ, എൻ്റെ സ്കൂളിലല്ല, ഒരു സ്കൂളിൽ ഇങ്ങനെ കൊച്ചിനോട് ഇങ്ങനെ പിള്ളേരോട് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ സ്കൂളിൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശൂന്യാകാശത്തേക്ക് പോയ ആദ്യത്തെ മൃഗം ആര്? ഏത്? അത് നിങ്ങൾക്കറിയോ? ഏതാണ്? എന്നാൽ ഇപ്പം അറിഞ്ഞോ, ലെയ്ക്ക എന്ന പട്ടിക്കുട്ടിയാണ് ശൂന്യാകാശത്തേക്ക് പോയ ആദ്യത്തെ മൃഗം. അപ്പോൾ ഇതിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ് ആയിരുന്നു അത്, ആരും ഉത്തരം പറയുന്നില്ല.
അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചോദ്യം ചോദിച്ച് ഇവൻ ഒരു ക്ലാസ്സിലൊരു തല്ലിപ്പൊളിയുണ്ട്. ആ തല്ലിപ്പൊളിയുടെ അടുത്തേക്ക് എന്നിട്ട് ടീച്ചർ ചോദിച്ചു, ഇതെങ്കിലും അറിയാവോ? അവൻ അപ്പോഴാണ് എഴുന്നേക്കുന്നത്. എന്നാ ടീച്ചറേ എന്ന് ചോദിച്ചു. എടാ, ശൂന്യാകാശത്തേക്ക് വിട്ട ആദ്യത്തെ മൃഗം അറിയത്തില്ല. അപ്പോൾ ടീച്ചർക്ക് ദേഷ്യത്തോടെ പറഞ്ഞു, എടാ പട്ടി. മീൻസ് എടാ പട്ടിയാന്ന്. ടീച്ചറോട് ഏത് പട്ടിയാ ടീച്ചറെ? ലൈക്ക എന്ന പട്ടിക്കുട്ടി, റഷ്യയിലുള്ള ലൈക്ക എന്ന പട്ടിക്കുട്ടി. നിനക്ക് മനസ്സിലാടാന്ന് ചോദിച്ചു. നീ എവിടെയെങ്കിലും എത്തോടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഭയങ്കര മഹാത്മാഗാന്ധി പറയുന്നതിനെക്കാട്ടും വലിയ ആപ്തവാക്യങ്ങൾ പറഞ്ഞു. പൊക്കിവിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് പട്ടിക്കും ശൂന്യാകാശത്തെത്താം. വലിയ സുവിശേഷമാണ്. പൊക്കിവിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് പട്ടിക്കും ശൂന്യാകാശത്തെത്താം. ആ ടീച്ചറിനുള്ള ഉണർത്തുപാട്ടായിരുന്നു. ടീച്ചർ എന്നെ ഇങ്ങനെ വന്ന് തെറി പറഞ്ഞിട്ട്, എന്നെ ചീത്ത പറഞ്ഞിട്ട്, ഞാൻ നന്നാവില്ല, ഞാൻ പഠിക്കില്ല, ഞാൻ ഉഴപ്പാളിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ഒന്ന് പൊക്കി വിട്ട് നോക്ക്, നീ മിടുക്കണമെന്ന് ഒരു തവണ പറ, ഏത് പട്ടിക്കും ശൂന്യാകാശത്തെത്താം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കഥയുടെ ആ സാരാംശം മാത്രം എടുക്കുക. പട്ടീനെ, ലേഖക്കുട്ടീനെ എല്ലാം സ്കൂളൊക്കെ മറന്നേക്കുക. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ തീ തന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെങ്കിലും ഒരു ദിവസം അടിത്തട്ടിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതൊരു റോക്കറ്റിൻ്റെ ഫ്യൂൽ എഞ്ചിൻ പോലെ കത്തിക്കയറണം. പരിശുദ്ധാത്മാവ് ഒരു അഗ്നിയായിട്ട് ഇത് ഉള്ളിലേക്ക് തരണം. നിന്നെ പൊക്കിവിടാൻ ഇത് മതി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അത് വചനത്തിലൂടെ കിട്ടണം. മനുഷ്യരോട് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വചനം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ അവരോട് പറ, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചോളൂ എന്നെങ്കിലും പറ. അത് മതി അവരെയൊക്കെ പൊക്കിക്കൊണ്ടു പോകാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 6ാം ക്ലാസ് വരെ ഞാനൊരു 1.5 ഡാൻസറായിരുന്നു. നിങ്ങൾ ചിരിച്ചോ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിക്കാം. സത്യമായിട്ടും പറഞ്ഞ ഒരു വിശ്വാസമില്ലാത്തവൻ. നന്നായിട്ട് ഡാൻസ് കളിക്കാന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ കുറേ ടോണിക്കുട്ടനെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി ഗ്യാങ് ഞങ്ങളെല്ലാ പരിപാടിക്കും കയറും. ഞങ്ങളൊരു ബദനി സ്കൂളിലാണ് പഠിച്ചത്, സിസ്റ്റേഴ്സിൻ്റെ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു വർഷം ആനിവേഴ്സറി, അടുത്ത വർഷം ടൂറ്, അങ്ങനെ മാറിയൊക്കെ ഇരുന്നു. അപ്പോൾ ഒരു 6ാം ക്ലാസ് വരെ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എല്ലാ പരിപാടികൾക്കും കയറും. എല്ലാത്തിനും പേര് കൊടുക്കും. അവർ വെട്ടിക്കളയുന്നതനുസരിച്ച് നമ്മൾ മാറും. എല്ലാത്തിനും പേര് കൊടുക്കും. അപ്പോൾ ഡാൻസിനൊക്കെ ആദ്യകാലം മുതൽ പേര് കൊടുത്തു. അന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞാൽ അന്തകാലം 19 വേണ്ട, അങ്ങനെ നിങ്ങളെൻ്റെ പ്രായം കൂട്ടണ്ട. അപ്പോൾ അന്തകാലം. അപ്പോൾ ഞങ്ങളിങ്ങനെ കൂടി. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സാറൊക്കെ വന്നു ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ആനിവേഴ്സറിക്ക് 1 മാസം മുമ്പ് റിഹേഴ്സൽ പ്രാക്ടീസും പരിപാടികളൊക്കെ തുടങ്ങും. അപ്പോൾ ഞങ്ങളെ പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീച്ചറുണ്ട്, സരസ്വതി അങ്ങനത്തെ എന്തൊരു പേരാണ് ആ ടീച്ചറിന്. സാറിൻ്റെ പേര് ഞാൻ മറക്കില്ല. സാറിൻ്റെ പേര് രഘു എന്നാണ്. സാറ് ഞങ്ങളെ ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ വരുന്നു, സിനിമാറ്റിക് ഡാൻസ് ഇപ്പോൾ പഠിപ്പിക്കാൻ വരുന്നു. അപ്പോൾ അന്ന് ഒരു തമിഴ് പാട്ടാണ്. ആ പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു തമിഴ് പാട്ടാണ്. നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഒരു കുത്തു സോങ്, അങ്ങനത്തെ ഒരു പാട്ടാണ്, ജമ്പിങ് സോങ്. അപ്പോൾ ഞങ്ങൾക്ക് പാട്ടൊക്കെ ഇട്ട് പ്രാക്ടീസൊക്കെ തുടങ്ങി. ആ സമയത്ത് എവിടെയോ ഈ സാറ് ടി വിയിലോ സിനിമയിലോ അങ്ങനെ കണ്ട ഒരു പുതിയ സ്റ്റെപ്പ്, 2 പുതിയ സ്റ്റെപ്പ് ഞങ്ങളെ അവതരിപ്പിച്ച് കാണിച്ചു. നിങ്ങൾക്ക് ഇന്നത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അന്ന് ഞങ്ങൾ പിള്ളേർക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കും. ഞങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റെപ്പ് ഇതായിരുന്നു, പാമ്പഴയുന്ന പോലെ ഇടയാൻ ഈ കൈയും കൊണ്ട്. ഒന്ന് ചെയ്തു നോക്കി. ഇല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം. അപ്പം ഇതായിരുന്നു ഒരു സ്റ്റെപ്പ്. ഇത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഞങ്ങളൊക്കെ ചെയ്തു. 2ാമത്തെ സ്റ്റെപ്പും ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തു, ഞാൻ ഒഴികെ. ആ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു പാട്ടിൻ്റെ ഇൻ്റർലൂഡുണ്ട്. പാട്ടൊക്കെ പാടുന്നവർക്ക് അറിയാം. പാട്ടിൻ്റെ ഇൻ്റർലൂഡ് മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 13 പേരാണ് ഗ്രൂപ്പിൽ നിൽക്കുന്നത്. 13 പേരുടെ ഡാൻസാണ്. പൊക്കം വന്നിച്ചിരി കൂടുതലായതുകൊണ്ട്, കൊള്ളേഷ് എന്ന പേര് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ നടുക്ക് നിൽക്കാൻ വിളിക്കപ്പെട്ടാണ്. പിന്നീട് വോളിബോൾ കളിച്ചാണ് പൊക്കം വെച്ചത്. അപ്പം നടുക്ക് നിൽക്കാൻ ഞാനും എൻ്റെ സഹകൂട്ടുകാരനും കൂടെ വിധിക്കപ്പെട്ടു. അപ്പോൾ ഈ പാട്ടിൻ്റെ ഇൻ്റർലൂഡിൻ്റെ സമയത്ത് നമ്മൾ 2 സൈഡിലേക്ക് പോകണം. എന്നിട്ട് ഇങ്ങനെ കറങ്ങി ആ പാട്ടിൻ്റെ എൻഡിങ്ങിൽ, ഇൻ്റർലൂഡിൻ്റെ എൻഡിങ്ങിൽ നടുക്ക് വരണം. ഇങ്ങനെ തെന്നി വരണം. ഒക്കെ മേടിച്ച് വെച്ചേക്കോ. അത് അതിൻ്റെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. നിങ്ങളെ കൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നില്ല. അത് നമ്മളിങ്ങനെ പാട്ട് പാടി ഞങ്ങളെല്ലാവരും ഒരു എൻഡിലെത്തും. ഈ അങ്ങോട്ട് നടുക്കോട്ട് വരണം, ഇങ്ങനെ തെന്നി വരണം. ഇന്നത് എളുപ്പമാണ്. എത്ര വർഷത്തെ പ്രാക്ടീസാണെന്ന് അറിയാം. എത്ര വർഷത്തെ പ്രാക്ടീസ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഈ മൂലയ്ക്ക് ഇങ്ങനെ വന്ന് പാട്ടിൻ്റെ ആ മ്യൂസിക് അനുസരിച്ച് ഇവിടെ എത്തി. പക്ഷെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അവിടെ എത്തണം, ഇങ്ങനെ തെന്നി എത്തണം. ബാക്കി അണ്ണന്മാരിങ്ങനെ പുറകെ വരുവാണ്. പൊക്കം കുറവായതുകൊണ്ട് ഞാൻ വേണം ആദ്യം അവിടെ ചെല്ലാൻ.
അവർ വരുന്നു, എന്നെ ഇടിക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് ഈ കാലെങ്ങും പോകുന്നില്ല. പറ്റുന്നിടത്തോളം ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു നോക്കി. അതല്ലല്ലോ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ നമ്മൾ പോകണ്ടേ, വി വെച്ച് പോകണം. 2-3 തവണ പ്രാക്ടീസ് തന്നു, പറ്റുന്നില്ല. സാറ് മുഖം ഇച്ചിരി കറുപ്പിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെയുള്ളവന്മാർ മലയാളത്തിലെ ശ്രേഷ്ഠമായ ചില തെറിച്ച പദങ്ങൾ എൻ്റെ ചെവിയിൽ ഓതിത്തരാൻ തുടങ്ങി. മോനെ മോനെ എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി. എനിക്ക് പറ്റില്ല, എന്നാ ചെയ്യണ്ടേ, സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നില്ല. സാറ് ദേഷ്യപ്പെടാൻ തുടങ്ങി. കുറേ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ആകെ നാണം കെട്ടി നിൽക്കുകയാണ്. ഡാൻസ് ബോട്ട് എല്ലാവരും കൂടെ കളിയാക്കാൻ തുടങ്ങി, വഴക്ക് പറയാൻ തുടങ്ങി. എന്നാ ചെയ്യും? പ്രശ്നം എന്ന് വെച്ചാൽ വലിയ ഇങ്ങനത്തെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ഈ പ്രാക്ടീസ് എടുക്കുന്നത്. ഇവിടെ ആൺകുട്ടികൾ, അപ്പുറത്തെ സൈഡിൽ സരസ്വതി ടീച്ചർ, പെൺപിള്ളേർക്ക് ഡാൻസ്. ഈ ശബ്ദം എല്ലാം കേട്ടുകൊണ്ട് ഓസ്ട്രേലിയത്തെ നഗരിയിലെ സ്ത്രീകളെല്ലാം കൂടി ഓടിക്കൂടി. അതാ ഒരുത്തനെ വലിച്ചഴക്കുന്നു. ടീച്ചറും പെൺകുട്ടികളും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നു. നമ്മുടെ തൊലി ഉരിഞ്ഞു പോയി. ആൺപിള്ളേർ നോക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പം പെൺപിള്ളേർ നോക്കി നമ്മളെ അയ്യേ എന്ന് വെച്ചാൽ എന്തൊരു ഫീലാണ്. ഇവളുമാരെല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കാം. എൻ്റെ ക്ലാസ്സിലെ പിള്ളേരുണ്ട്, എൻ്റെ ജൂനിയേഴ്സ് ഉണ്ട്. ഇങ്ങനെ നോക്കാം. നമ്മൾ അപമാനിത ഭാരിതനായിട്ട് നിൽക്കുകയാണ്. ഈ സരസ്വതി ടീച്ചർ ഒരു അമ്മയുടെ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നോക്കടാ, പറ്റൂടാ. എൻകറേജ്മെന്റ് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് പറ്റില്ലാത്ത പണിയല്ലേ ഇത്. പറ്റുന്നില്ല. സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ സ്റ്റെപ്പ് വേറെ എടുക്കാൻ പറ്റും? സാർ വീണ്ടും മോനെ മോനെ എന്ന് വിളിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി വെറുതെ ചാച്ചനെ കൊണ്ട് തുമ്പിക്കണ്ടെന്ന് വിചാരിച്ചു. സാറേ ഞാൻ നോക്കാന്ന് പറഞ്ഞു. ഈ ടീച്ചർമാരുടെ കയ്യിലൊരു സാധനമുണ്ട്. അതായത് ഈ പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കും, ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിപ്പിക്കുമ്പം താളം പിടിക്കാൻ വേണ്ടി ഒരു സാധനമുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഈ ടീച്ചർ അതും പിടിച്ചുകൊണ്ടാണ് എന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടി വന്നത്. അടുത്ത സ്റ്റെപ്പ്, അതായത് പണ്ടത്തെയാണ് ഈ ടേപ്പ് റെക്കോർഡർ ഇങ്ങനെ പുറകോട്ടടിച്ച് പിന്നെയും വരുത്തിയിട്ട് വേണം ഈ പ്രാക്ടീസ് എടുക്കാൻ. ഇന്ന് ഫോണെ കിണിക്കിണി ആക്കിയാൽ മതി. സാറിന് ദേഷ്യം വന്ന് ടെമ്പർ തെറ്റി ഈ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് വടി എടുത്ത് മേടിച്ചിട്ട് ഒരൊറ്റ ഏറെറിഞ്ഞു. ആ ഏറ് കിട്ടാൻ നല്ല സുഖമാണ്. നിങ്ങളുടെ സകല പാപങ്ങളും അന്നോടുകൂടി അവസാനിക്കും. അതായത് ഈ കണങ്കാലിന് ഏറ് കിട്ടണം. അയ്യോ, ഒരു ടെന്നീസ് ബോളാണ് പിറ്റേ ദിവസം ഉരുണ്ട് വന്നത്. എൻ്റെ സകലമാന വേദനയും കൂടെ തലയ്ക്കകത്തോട്ട് കയറി. ശരീരം വേദനിക്കുന്നു, പിള്ളേർ ചിരിക്കുന്നു, എല്ലാവരും നോക്കുന്നു. ഭയങ്കര സങ്കടം. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വാക്കും കൂടെ പറഞ്ഞു, സ്റ്റേജ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ യു, ഗെറ്റ് ഔട്ട് എന്ന്. സ്റ്റേജ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ യു, ഗെറ്റ് ഔട്ട് എന്ന്. അന്നിറങ്ങി ആ സ്റ്റേജ്. അന്നിറങ്ങി എൻ്റെ പരിപ്പിളകിപ്പോയി. പിന്നീട് സെമിനാരിൽ കയറിയിട്ട് ഇംഗ്ലീഷ് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, മണഗുണാഞ്ചൻ സ്റ്റേജ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ യു എന്നല്ല, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ സ്റ്റേജ് എന്ന് പറയേണ്ടത്. പക്ഷേ ഗ്രാമർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഏറ് കിട്ടിയത് നമുക്ക് ടൈപ്പല്ലേ. എനിക്ക് ഭയങ്കരമായ ദേഷ്യം, ക്ഷമിക്കാൻ പറ്റാത്തത്ര ദേഷ്യം. അടുത്ത 4 വർഷത്തിൽ 2 വർഷം ആനിവേഴ്സറി ഉണ്ട്. ഒരു പ്രോഗ്രാമിൽ ഞാൻ കയറിയില്ല. സിസ്റ്റേഴ്സ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഭയങ്കര സ്മാർട്ടായിരുന്നല്ലോ, എന്നാ പറ്റി? മിണ്ടരുത് എന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല. എല്ലാ കാര്യത്തിലും അത് ബാധിച്ചു. പബ്ലിക്കിൽ നിൽക്കേണ്ട എല്ലാ കാര്യത്തെയും ബാധിച്ചു. സെമിനാറിൽ പോയി 10ാം വർഷം വെച്ചാൽ ഈ 4 വർഷത്തോളം പബ്ലിക്കായിട്ട് ഒരു പരിപാടിയും നിൽക്കുന്നില്ല. ബുദ്ധിമുട്ടൊന്നും ഞാൻ അനുഭവിച്ചില്ല ആ സമയത്ത്. കാരണം സ്കൂളിൽ നമ്മൾ പരിപാടിക്കില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ വേറെ വല്ല പരിപാടിക്ക് നിന്നാൽ പോലെ. സെമിനാറിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം മനസ്സിലായത്. സെമിനാറിൽ കയറി കഴിഞ്ഞാൽ ആദ്യ വർഷം മുതലുള്ള പ്രാക്ടീസ് പബ്ലിക്കിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളൊരു പൊതുവായുള്ള വായനയ്ക്കായാലും മറ്റ് പ്രസംഗം പറയാനാണേലും ഇംഗ്ലീഷ് അക്കാഡമി, മലയാളം അക്കാഡമി, സർവ്വസമയത്തും നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കണം. ഒരു 2.5 വർഷം 3 വർഷം ഞാനിങ്ങനെ മുങ്ങി നടന്നു. പരമാവധി പരിപാടികളൊക്കെ ഒതുക്കി ഞങ്ങൾ 10-90 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുത്തിന് ഇച്ചിരി മാറി എന്നാൽ ആരും അറിയാൻ പോകുന്നില്ല. സ്റ്റേജിൽ ഇത്രയും 1 മണിക്കൂർ പരിപാടിയെ നടക്കുന്നുള്ളൂ, എസ്കേപ്പ് ചെയ്യാം. ഞാൻ ആന്ധ്രയിലേക്ക് പഠിക്കാൻ ചെന്ന സമയത്ത് അവിടെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു അച്ഛനാണ്. ആ അച്ഛൻ, റെക്ടർ അച്ഛൻ, എന്നെ ഇങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടി വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഛർദ്ദിക്കാൻ വരും സ്റ്റേജൊക്കെ കയറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നുണകൾ പറഞ്ഞ് അവതരിപ്പിച്ചു. പറ്റുന്നില്ല. ഫിലോസഫി സമയത്തായപ്പോഴത്തേനും ഞാൻ നോട്ട് ചെയ്യപ്പെടാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ സെമിനാരിക്കാർ കുറച്ച് പേര് നിർത്തിപ്പോയി. അവിടെ ഇപ്പം ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് ഒറീസ എന്നൊക്കെയുള്ള പല സ്ഥലത്തുള്ള ബ്രദേഴ്സായി. ഞങ്ങളെ മലയാളീസിനെ എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. റെക്ടറച്ചൻ മാറി. ഇവനെന്തോ പ്രശ്നമുണ്ടെന്ന് ഇവർക്ക് തോന്നി. അത് സ്റ്റേജിൽ കയറുന്നില്ല. അപ്പം റെക്ടറച്ചൻ വിളിച്ചിട്ട് എന്നെ ഉപദേശിച്ചു, ഒരു കാർക്കശ്യ സ്വഭാവത്തോടെ ഉപദേശിച്ചു. ഹലോ, ഇവിടെ ഉണ്ടോ? അങ്ങനെയല്ല ചോദിച്ചത്, നിങ്ങളോടാണ് ചോദിച്ചത്. ഇവിടെ ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ 2 കരങ്ങൾ ഉയർത്തി ഒന്ന് വീശിക്കേ. ഉച്ചത്തി പറ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ എവിടെയാണ്? കോട്ടപ്പുറം പള്ളി. മിണ്ടറ. കോട്ടപ്പുറം പള്ളിയിലല്ല, നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലൊരു സെമിനാറിലാണ്. അപ്പോൾ റെക്ടറച്ചൻ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഫാദറെ, എനിക്കിങ്ങനെ സ്റ്റേജിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റുന്നില്ലെന്ന്. ആ പുള്ളി ഇങ്ങനെ റെക്ടറച്ചനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. പക്ഷേ ഒന്നും എൻ്റെ തലക്കകത്തോട്ട് കയറുന്നില്ല. കാരണം ഇത് ഉള്ളിലൊരു വേദനയായിട്ട് കിടക്കുകയാണ്. സ്റ്റേജ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ യു.
അപ്പം അച്ഛനോട് പറഞ്ഞു, ജിൻസ് അപ്പം നീ അച്ഛനായി കഴിയുമ്പോൾ നീ എന്നാ ചെയ്യും? അതൊരു റിയാലിറ്റിയാണ്, ഒരു കൃത്യമായ ചോദ്യമാണ്. കാരണം അച്ഛനായി കഴിഞ്ഞാൽ എപ്പോഴും പബ്ലിക്കിൻ്റെ മുമ്പിൽ നിൽക്കണം. കുർബാനയ്ക്കായാലും പ്രസംഗത്തിനായാലും ഒരു കൂദാശ കർമ്മം ചെയ്യാനാണേലും ആൾക്കാർ കാണാൻ വന്നാലും എപ്പോഴും ആൾക്കാർ മുമ്പിൽ നിൽക്കണം. സ്റ്റേജിലാണ് നമ്മുടെ ലൈഫ്. അപ്പം ഞാൻ ചോദിച്ചാൽ അറിയത്തില്ല അച്ഛാ, ആ സമയത്ത് എന്തെങ്കിലും ആവായിരിക്കും. ആ സമയത്ത് എന്തായാലും ആവില്ല, അതിന് മുമ്പ് എന്തെങ്കിലും ആണെന്നു. അങ്ങനെ അടുത്ത അവധി സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞൊരു ധ്യാനം കൂടെ പറഞ്ഞു. അച്ഛന് നാട്ടിലെ ധ്യാനത്തെക്കുറിച്ചൊന്നും വലിയ പിടിയൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ അവിടെ ഡിവൈനൊക്കെ ഉണ്ടല്ലോ, അന്നറിയപ്പെടുന്ന വെച്ചാൽ പുറത്തുള്ളവർക്ക്, തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ഉള്ളവർക്ക് അന്നറിയപ്പെടുന്നത് ഡിവൈനാണ്. ഡിവൈനിൽ പോയിട്ടൊരു ധ്യാനമൊക്കെ കൂടാൻ പറഞ്ഞു. ഞാൻ ധ്യാനമൊന്നും കൂടിയൊന്നുമില്ല. ഞാനിങ്ങനെ അവധിക്കാലം, 1 മാസം അവധിക്കാലം കിട്ടുന്ന ഇടയ്ക്ക് ധ്യാനത്തിനൊക്കെ പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലോസഫി സമയത്ത് ഞാനിങ്ങനെ വീട്ടിലായിരുന്ന സമയത്ത്, അവധിയുടെ സമയത്ത് ടൗണിലേക്ക് നടന്നു പോവാണ്. ഒരു വൈകുന്നേരം അമ്മ ടൗണിലൊരു തയ്യൽക്കട നടത്തുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം എല്ലാ ദിവസവും ഞാൻ അങ്ങോട്ട് നടന്നു പോകും. എന്നിട്ട് അമ്മയുടെ കൂടെ ഇങ്ങനെ തിരിച്ചു വരും. പകൽ മുഴുവൻ ചാച്ചൻ്റെ കൂടെ ഇരിക്കും, ഇല്ലെങ്കിൽ ആരുടെയും കൂട്ടുകാരുടെ അടുത്തൊക്കെ പോകും. ഇടയ്ക്ക് ചാച്ചനോട് വഴക്കുണ്ടാക്കും. വൈകുന്നേരം അത് വന്നിട്ട് ക്ലോസ് ചെയ്യും. വൈകുന്നേരം അമ്മയോട് പോകുന്ന വഴിക്ക്, തിരിച്ചു വരുന്ന വഴിക്കാണ് അമ്മയോട് വർത്താനമൊക്കെ പറയും. അപ്പോൾ അമ്മേനെ കൂട്ടാൻ വേണ്ടി, അമ്മയുടെ കൂടെ ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ടൗണിലേക്ക് നടക്കുകയാണ്. മോളിൽ നിന്ന് ഒരു ഭയങ്കര മലമ്പ്രദേശമാണ് ഞങ്ങളുടെ ഇവിടെ സ്ഥലം. ഒരു ചേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, നീ ഇവിടുത്തെ മോനല്ലേടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, മനസ്സിലായില്ല. പിന്നെ നമ്മുടെ ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ, എല്ലാവരും പറ്റിക്കാലോ. എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. എന്നോട് നീ ഇപ്പോഴും സെമിനാറിലാണോടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സെമിനാറില്ല. എവിടെ എത്തി? ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുക. ആ, നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് ഈ മനുഷ്യൻ്റെ എന്ത് ചെയ്യുന്നറിയോ? എൻ്റെ തലയിൽ ഇങ്ങനെ ചുമ്മാ കൈ വെച്ചു. നീ മിടുക്കനാവണമെന്നാണ്, നീ മിടുക്കനാവുന്നതാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രം നടുറോട്ടിലോട്ട് ഇറങ്ങി വന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രം നടുറോട്ടിലോട്ട് ഇറങ്ങി വന്നു. ധ്യാനത്തിന് ഞാൻ പോയില്ല, പക്ഷെ ധ്യാനകേന്ദ്രം എൻ്റെ അടുത്തേക്ക് വന്നു. ഒറ്റ വാക്ക്, ഒരു വചനം പോലും അയാൾ എന്നോട് പറഞ്ഞൊന്നുമില്ല. അയാൾ എന്നെ ഉപദേശിച്ചില്ല, എന്നെ പറ്റിയെന്ന് ചോദിച്ചില്ല, എന്നാ നിൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. തലയിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ 2-3 തവണ തട്ടിയിട്ട് പറഞ്ഞു, നീ മിടുക്കനാവണമെന്നാണ്. എൻ്റെ ഉള്ളിൽ നിന്നൊരു എന്തോ പറന്നുപോയ പോലെ തോന്നി. എനിക്ക് എന്തോ പറന്നുപോയ പോലെ. ആ ഒരു രഘുസാർ 6ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞാണ്, സ്റ്റേജ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ യു. എന്ന് വെച്ചാൽ നിനക്കുള്ള പരിപാടിയല്ല, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞെടുത്തുന്നൊരു 8-9 വർഷം ഞാൻ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന എൻ്റെ ആ സങ്കടങ്ങളെല്ലാം, ഞാൻ തന്നെ ശപിച്ചുകൊണ്ടിരുന്ന എൻ്റെ വാക്കുകൾ. കാരണം രഘുസാർ ഒരു തവണ പറഞ്ഞുള്ളൂ സ്റ്റേജ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ യു എന്ന്. ഞാനത് 1000 തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പറ്റില്ല, നിനക്ക് പറ്റില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല. അത് 1000 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ച ആ എഴുത്തിനെ തലയിൽ ഇങ്ങനെ 3 തവണ തൊട്ടുകൊണ്ട് ഒരു സാധാരണക്കാരൻ ചേട്ടൻ എന്നെ നീ മിടുക്കനാവൂടാന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഒരു കോട്ടവാതിൽ പൊട്ടി തകർന്ന് അത്രയും കാലം എന്നെ പിടിച്ചു കുലുക്കിയിട്ടിരുന്ന, എന്നെ അടച്ചു പൂട്ടിരുന്ന ചങ്ങല മുഴുവൻ ഭേദിക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദിയോടെ അല്ലാതെ മനുഷ്യനെ എനിക്ക് ഓർക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, അൾത്താരയിൽ നിന്ന് ആ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്, അയാളുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അയാളുടെ പേര് പോലും ചോദിക്കാൻ ഞാൻ നിന്നില്ല. ഞാൻ നേരെ ടൗണിലേക്ക് ഓടി അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അമ്മ ഇങ്ങനെ ചോദിച്ചാൽ അതാരായിരിക്കും? അമ്മയ്ക്ക് അറിയാവുന്ന ഏതോ ഒരാളാണ് എന്തായാലും. കാരണം ആ ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ അവർക്ക് അമ്മയ്ക്കും ചാച്ചനൊക്കെ നന്നായിട്ട് അറിയാം. എന്നോട് ഇങ്ങനെ ചോദിച്ചു, ആ ചേട്ടനാണോടാ, ഈ ചേട്ടനാണോടാ, ഇങ്ങനെ മീശ ഉണ്ടോടാ, ഇങ്ങനെ ഉണ്ടോ? അറിയില്ല. കാരണം നമ്മുടെ ഇനി ആ മുഖമല്ല, ഇനി ആ പേരൊന്നും അറിയേണ്ടതില്ല. ഈ ഒരു വാക്ക് മതി, എൻ്റെ ജീവിതം മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ്റെ കുഞ്ഞു ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ അടുത്തുണ്ടാവും ശാപവാക്കുകൾ കേട്ട മനുഷ്യർ. നീ എവിടെ എത്തുകയല്ലെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് കേട്ട മനുഷ്യരുണ്ടാവും. ജീവിത പങ്കാളിയിൽ നിന്ന് കേട്ട് ഉള്ള സന്തോഷം മുഴുവൻ പോയ മനുഷ്യർ നിങ്ങളുടെ അടുത്തുണ്ടാവും. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സുവിശേഷ പ്രഘോഷമാണ്, ഒന്ന് തോളെ തട്ടിയിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറ. അവരെഴുന്നേറ്റോളും. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എഴുന്നേക്കുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ അപ്പനോട്, അമ്മയോട് അതൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറ. അയാൾ ചിലപ്പോൾ പൊട്ടിക്കരയും. ഈ കൊമ്പം മീശ മാത്രമേ കാണത്തുള്ളെന്ന് പൊട്ടിക്കരയും. നിങ്ങളൊന്ന് പറ. അവരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറുന്ന ഒരു മണിക്കൂറായിട്ട്, ഒരു നിമിഷങ്ങളായിട്ട് അത് മാറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതേരി വർദ്ധിച്ചത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വാക്ക് മാത്രം മതി.
ഇന്ന് നിങ്ങൾക്കത് ആരും പറഞ്ഞു തരുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് പറഞ്ഞു തരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. നിനക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ ഈശോയെ കാണുന്നുണ്ട്. നമ്മിൽ ഒരുവനായി ലേഖകനൊക്കെ പൗലോസ്ലീഹയ്ക്ക് അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മിലൊരുവനായി. യോഹന്നാൻ ശ്ലീഹ പിന്നീട് അത് ആവർത്തിക്കുന്നുണ്ട്. പാപം ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അവൻ നമ്മളെപ്പോലെയൊക്കെ ആയിരുന്നു. നമ്മളെപ്പോലെ അവൻ സഹിച്ചു. ഹെബ്രായ ലേഖനമൊക്കെ നിങ്ങൾ ആഴത്തി പഠിക്കും മനസ്സിലാവും. ഒരു സൈഡിൽ ഈശോയുടെ ദൈവത്വത്തെയും മറു സൈഡിൽ ഈശോയുടെ മനുഷ്യത്വത്തെയും ഹെബ്രായ ലേഖനം കാണിച്ചു തരുന്നുണ്ട്. അവൻ പീഡിപ്പിക്കപ്പെട്ടു, അവൻ നാണം കെട്ടു, അവൻ ചോദ്യം ചെയ്യപ്പെട്ടു, അവൻ ഇല്ലാതായി പോകുന്ന അവസ്ഥ വരെ എത്തിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങളുടെ പള്ളിയിൽ വെച്ചിരിക്കുന്ന ഈശോയുടെ ആ ഒരു പീഡിപ്പിക്കപ്പെട്ട ഈശോയുടെ മുഖം ഒത്തിരി പേരെ തീർച്ചയായിട്ടും ആശ്വസിപ്പിച്ചുകൊണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തെങ്കിലും ഒരു സഹനവും ഒരു സങ്കടമൊക്കെ വരുമ്പോഴത്തേനും അങ്ങോട്ടങ്ങ് നോക്കിയേക്കണം. അത്രയ്ക്കൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഈശോ ഇങ്ങനെ ആകാശത്തിനപ്പുറത്ത് എവിടെയോ മറഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ടൊക്കെ ചിന്തിച്ചാൽ നമുക്കത് പറ്റില്ല. പകരം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെപ്പോലെ സഹിച്ച ഒരാളായിട്ട് ഈശോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. ഈശോ തൻ്റെ ദൈവത്വമെല്ലാം അല്പസമയം വേണ്ടെന്ന് വെച്ച് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ നമ്മളൊക്കെ അനുഭവിക്കുന്ന വേദനകൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ കാലത്തൊക്കെ വായിക്കുന്നുണ്ട്. അച്ഛൻ ഈ ഒരു കുറച്ച് സമയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഈ മുമ്പോട്ടുള്ള സമയത്ത് കർത്താവ് അനുഭവിച്ച ഒരു വേദനയുടെ രാത്രിയെക്കുറിച്ചാണ്. വെച്ചാൽ നമ്മളെല്ലാം അങ്ങനെ ഒരു രാത്രി കൂടെ കടന്നുപോകുന്നു. ഈ രാത്രി എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സൂര്യൻ തെളിഞ്ഞു നിൽക്കുമ്പോഴും രാത്രി അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് നമ്മൾ. ഇരുട്ട്, പ്രകാശമില്ല, ഒന്നും കാണുന്നില്ല. അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കണം എന്ന് അറിഞ്ഞുകൂടാ. വെക്കുന്ന സ്റ്റെപ്പുകളെല്ലാം അബദ്ധങ്ങളിലേക്ക്, പട്ടുകുഴികളിലേക്ക് വീണു പോവാൻ. നമുക്ക് കൂടെ നിൽക്കാൻ ആരുമില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ദൈവം പോലും കൈവിട്ടോ എന്ന് തോന്നുന്ന സമയങ്ങൾ, അതിന് നമ്മൾ ശരിക്കും രാത്രികൾ, അന്ധകാരം എന്ന് തന്നെ വിളിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പലതിരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കൊരു സംശയം, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുകയാണോ? മറന്നുപോയ ചില കാര്യങ്ങളൊക്കെ ഈ അച്ഛൻ കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? എന്നോട് നിർബന്ധിപ്പിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അങ്ങനെ എന്നോട് മിണ്ടാണ്ടാവും, അതുകൊണ്ടാണ്. ചില സമയത്ത് അങ്ങനെയാണ്. എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞു തന്നൊരു രഹസ്യമാണ്. അച്ഛൻ എവിടെ പോയിട്ട് പറയണമെന്ന് ഈശോ പറയുന്നുണ്ടോ അത് പറഞ്ഞേക്കണം. പറഞ്ഞില്ല പിന്നെ ഈശോ അച്ഛനോട് മിണ്ടാണ്ടാവും. എന്തിനാ ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പുണ്ടാക്കുക? അതുകൊണ്ട് ഞാനത് പറയണം. നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ സാരമില്ല, അതൊക്കെ ഈശോ കൊടുക്കുക, എടുത്ത് കൊടുക്കുക. അതാണ് ആ ഉപേക്ഷ എന്നൊക്കെ പറയുന്നത്. എന്താണെന്നറിയോ? ഞാനത് മറന്നുപോയി എന്ന് പറയുന്നതല്ല ഉപേക്ഷ. അന്ന് എന്നെ തോണ്ടിയത്, അന്ന് എന്നെ ചീത്ത പറഞ്ഞത്, അന്ന് എന്നെ തല്ലിയത് ഞാൻ മറന്നു. നിങ്ങൾ മറക്കുമൊന്നുമില്ല. നമ്മളെല്ലാം ഉപ്രാശിയമ്മയല്ലേ, മരിച്ചാലും മറക്കില്ല. നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ? അതൊക്കെ എടുത്തിട്ട് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കണം. എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയണം. ഈശോയുടെ കയ്യിലോട്ട് ഉപേക്ഷിക്കണം. അതല്ല, എല്ലാ സങ്കടങ്ങളും, നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ സകല കാര്യങ്ങളും എടുത്ത് ഉപേക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഈ ഒരു രാത്രി കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 26 അതിൻ്റെ 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ തൻ്റെ ഗത്സമൻ രാത്രിയെക്കുറിച്ചുള്ളൊരു അനുഭവം മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിൽ ഇതുണ്ടെങ്കിലും യോഹന്നാനിൽ വളരെ ചുരുക്കമായിട്ടാണെങ്കിലും നമ്മൾ ഈ മത്തായി സുവിശേഷത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈശോ അനുഭവിച്ച വേദനയെക്കുറിച്ച് കാണുന്നുണ്ട്. നമ്മളൊന്ന് ഒരു അല്പസമയം, കുറച്ച് സമയം എടുത്തിട്ട് ധ്യാനിക്കുകയാണ്. ഞാനീ പറഞ്ഞു തരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം, ഈശോ അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം, നമ്മൾ ചിലപ്പോൾ നാളെ കടന്നു പോകേണ്ടതായിരിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന സകല പ്രഹേളികകൾ, സകല ചോദ്യങ്ങൾ, സകല ഇരുട്ടുകൾ അന്ന് രാത്രി ഈശോ അനുഭവിച്ചു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ അൾട്ടിമേറ്റ് എൻഡ് നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ പച്ച മനുഷ്യരായിട്ട് ചിന്തിച്ചാൽ ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ചില ഇരുണ്ട രാത്രികളെ അതിജീവിക്കാൻ ശക്തി നൽകാൻ വേണ്ടി ഈശോ നമ്മുടെ മുമ്പിൽ നിന്ന് കാണിച്ചു തരികയാണ്. മോളെ ഞാൻ ഇതിനെ അതിജീവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനെ, ഇങ്ങനെയുള്ള സാഹചര്യത്തെ അതിജീവിക്കാൻ നിനക്കും പറ്റും. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മൾ ഈ പറയുന്ന വചനഭാഗം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് ആഗ്രഹിച്ച് ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ. ഗത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വചനഭാഗമാണ്. എങ്കിൽ അച്ഛൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ചേക്കുക. അനന്തരം ഈശോ അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം. പെസഹ രാത്രി, ഒറ്റുകൊടുക്കലിൻ്റെ രാത്രി.
അവൻ അന്ന് ആ രാത്രി ശിഷ്യന്മാരുടെ കൂടെ ഗത്സമൻ തോട്ടത്തിലെത്തി. അവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉത്തരം പറ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം, ഈ രാത്രി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജീവിതം ഇപ്പം കംപ്ലീറ്റ് ഹാപ്പിനെസ്സിലൂടെ കടന്നു പോകുന്നവർക്കും ഒരു ഇരുണ്ട രാത്രി ഉണ്ട്. അത് അനുഭവിച്ചിട്ടുണ്ട്. പല ഗ്രേഡുകളിൽ, പല ഗ്രാവിറ്റികളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. രാത്രി വിശ്രമിക്കേണ്ട സമയമാണ്, രാത്രി ഉറങ്ങേണ്ട സമയമാണ്. ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് വിശ്രമിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ, ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം, ഈ വചനം കേൾക്കുന്ന സമയത്ത് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തേക്കുക. ഈ കൂട്ടായ്മയിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ടെൻഷൻ അടിച്ച് ഉറക്കം കിട്ടുന്നില്ല. ഈ സമയത്ത് തന്നെ അത് പ്രാർത്ഥിച്ചിരിക്കുക. കർത്താവ് 10-ലധികം ആളുകൾക്ക് ഈ സമയം തന്നെ സൗഖ്യം നൽകിയത് സ്ഥിരീകരിക്കുന്നുണ്ട്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം കിട്ടാത്ത എല്ലാ ബുദ്ധിമുട്ടുകളും ഈശോ കൊടുത്തേക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഓർത്തായിരിക്കാം, മക്കളെ ഓർത്തായിരിക്കാം, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തായിരിക്കാം. ഇതേ അനുഭവത്തിൽ കൂടെ ഈശോ കടന്നുപോയി. അതായത് പ്രത്യേകിച്ച് നാളെക്കുറിച്ചുള്ള ആകുലത. പെസഹ രാത്രിയാണ്, ഒറ്റുകൊടുക്കലിൻ്റെ രാത്രിയാണ്. പിറ്റേ ദിവസം കാത്തിരിക്കുന്നത് സ്വർണ്ണത്തളികയല്ല, കാത്തിരിക്കുന്നത് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അല്ല, കുരിശിൻ്റെ വഴിയാണ്, പീഡാസഹനമാണ്, നാണക്കേടാണ്, മരണമാണ്. നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ആ രാത്രി ഈശോ ഉറങ്ങിയില്ല. ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ ഈശോ ഇതേ മുമ്പിൽ നിൽക്കുകയാണ്. കരയരുത്, സങ്കടപ്പെടരുത്, ഉറക്കം നഷ്ടപ്പെടരുത്. നിന്നെപ്പോലെ ഇതിലും അധികം ഒരു രാത്രി ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഈശോ പറയാണ്. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുഞ്ഞ് പരീക്ഷയെക്കുറിച്ചായിരിക്കാം, നിങ്ങളെടുത്ത ഒരു തീരുമാനം അബദ്ധമായിപ്പോയതിൻ്റെ സങ്കടം കാരണമായിരിക്കാം, നിങ്ങൾ അറിയാണ്ട് അയച്ച ഒരു മെസ്സേജിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടതായിരിക്കാം. ഇറ്റ്സ് എ റിയാലിറ്റി. അച്ഛൻ എയറിൽ നിന്ന് സംസാരിക്കാമല്ലോ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സങ്കടം പലതായിരിക്കാം. ഓരോ പ്രായത്തിനനുസരിച്ച്, ഓരോ സ്റ്റാറ്റസ് അനുസരിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിന്നെപ്പോലെ ഉറക്കം നഷ്ടപ്പെട്ട ഈശോ നിന്റെ കൂടെ ഉണർന്നിരിക്കുന്നുണ്ട്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. അത് മനസ്സിലേക്ക് ഉറപ്പിക്കണം. ഏതെങ്കിലും രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ, സങ്കടം കൊണ്ട്, കണ്ണുനീര് കൊണ്ട് നിങ്ങൾ തലയണ നനയ്ക്കുന്ന രാത്രികളുണ്ടെങ്കിൽ ഓർത്തേക്കണം, നിന്റെ അടുത്ത് ഈശോ ഇരിപ്പുണ്ട്. ഉറങ്ങാതെ അവൻ ഇരിപ്പുണ്ട്. മോനെ മോളെ, നിന്നെപ്പോലെ ഞാൻ സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആ ഉറക്കം കിട്ടാത്ത സങ്കടങ്ങൾ, വേദനകളെല്ലാം എടുക്കുക, ഈശോയുടെ കയ്യിലോട്ട് ഉപേക്ഷിക്കുക. അവൻ ഇരുന്ന ആ ഗത്സമൻ തോട്ടത്തിൽ, അവൻ മുട്ടുകുത്തി നിന്ന ആ സ്ഥലത്ത് എല്ലാ വേദനകളും ഇറക്കി വെച്ചേക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം, ഈശോ ചെയ്ത ഒരു കാര്യം ഇതാണ്, അവൻ അവരോടൊത്ത് ആ രാത്രിയിലിരുന്നു. ആരുടെ കൂടെയാണ്? ശിഷ്യന്മാരുടെ കൂടെ. 12 പേരുടെ കൂടെയാണോ? അല്ല, 3 പേര്. ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരാണ് ഈശോയുടെ കൂടെ മിക്കപ്പോഴും കാണുന്നത്. ഈശോയുടെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ നടക്കുമ്പോഴെല്ലാം ഇവർ കൂടെയുണ്ട്. ശ്രദ്ധിച്ചേ, ഈശോയ്ക്ക് തരാനുള്ള രണ്ടാമത്തെ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇതാണ്. സങ്കടം വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒന്നാണ് കൂട്ട്. അതോർക്കുമ്പോൾ ചങ്ക് പൊട്ടുന്ന ആൾക്കാരിനകത്തുണ്ട്. നിങ്ങൾ വിഷമിച്ച പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കായിരുന്നു ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഈശോയ്ക്ക് അന്ന് രാത്രി കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, ഒരു മനുഷ്യൻ നിലയിൽ 3 പേര് കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരുടെ ഒത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഇതാണ്. നിങ്ങൾ സങ്കടം വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ കുറച്ച് പേരുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. സങ്കടം വരുമ്പോൾ നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്നറിയോ? എവിടെയെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയി കുത്തി ഇരുന്നേക്കണം. ആ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സഹോദരങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല പ്രാർത്ഥിക്കുന്നത്. ആ തിരുസന്നിധിയിൽ ഇരുന്നേക്കുക. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥനയുടെ കൃപ നിങ്ങളിലേക്ക് ലഭിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, എനിക്ക് ഈ വിഷമം വരുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ ജീവിത പങ്കാളി എന്നല്ല, എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ജീവിത പങ്കാളി വേണം. വിവാഹപ്രായം എത്തിയിട്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോട്, യുവതി യുവാക്കളോട് അച്ഛനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നല്ല ജോലിയുള്ള ആൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളെ നന്നായിട്ട് നോക്കുന്ന, നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരാളെ മാട്രിമോണി സൈറ്റിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട അൾട്ടിമേറ്റ് കാര്യം, എനിക്കൊരു സഹനം വന്നാൽ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയെ തരണം. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അത് കിട്ടിയെങ്കിൽ ദേ ആർ ബ്ലെസ്ഡ്. പക്ഷെ നിങ്ങൾ അടുത്ത ജനറേഷൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ വിവാഹ തടസ്സം നേരിട്ടിരിക്കുന്നവർ
ഈ സമയം മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറ്റിക്കോ. എടാ 16 വയസ്സായവന്മാരൊന്നും പ്രാർത്ഥിച്ചേക്കരുത് കേട്ടോ. അത് വിവാഹ തടസ്സമല്ല, അത് ആർത്തിയാണ്. സീരിയസ്ലി വിവാഹ തടസ്സം നേരിടുന്നത് ഉറപ്പായിട്ട് ഈ ഇടവകയിൽ ഉണ്ടാവല്ലോ. നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ, നിങ്ങളുടെ സ്റ്റാറ്റസിനിണങ്ങിയ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഇണങ്ങിയ ഒരാളെ ആയിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്നത്. അച്ഛൻ പറയട്ടെ, ഒരുപാട് പ്രാർത്ഥനാനുഭവങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചോ, ഈശോയെ എൻ്റെ സഹനങ്ങളിൽ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാളെ നീ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് തരണം. പ്രാർത്ഥനയുടെ രീതി മാറിയതുകൊണ്ട് ഇനി നിങ്ങളെ സഹായിക്കേണ്ടത് കർത്താവിൻ്റെ ആവശ്യമാണ്. കാരണം നീ ചോദിച്ചത് നിനക്ക് വേണ്ടിയിട്ടല്ല, പ്രാർത്ഥനയുടെ ആത്മീയ ലക്ഷ്യമായിട്ടാണ് നീ ചോദിച്ചത്. സത്യസന്ധമായിട്ട് ചോദിച്ചേക്കണം. ഈ 7 ദിവസം നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും അങ്ങനെ വിവാഹ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചേക്കുക, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് അവൻ്റെ ജീവിത പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാനല്ല, കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ജീവിത പങ്കാളിയെ കൊടുക്കണേ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അന്ന് രാത്രിയിൽ ഈശോയ്ക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം ഇവർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരോടൊത്ത് പ്രാർത്ഥിക്കാൻ പോയി. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് കാണുന്നത് ഇങ്ങനെയാണ്. 37-ാം വാക്യം, അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഇവർ കൂടെ ഉണ്ടെങ്കിലും, ശ്രദ്ധിച്ചേ, ഉറങ്ങുന്നുണ്ടോ? ഇല്ല. ഇവർ കൂടെ ഉണ്ടെങ്കിലും എൻ്റെ വിഷമം എൻ്റെ വിഷമാണ് അല്ലേ. എൻ്റെ കൂടെ ആരുണ്ടെന്ന് പറഞ്ഞാലും, ആര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും തീയെ ചവിട്ടി നടക്കുന്നത് ഞാനാണേ ആണ്. ഈശോ അത് കാണിച്ചു തരാണ്. അവൻ ദുഃഖിക്കാനും വിഷമിക്കാനും തുടങ്ങി. തൊട്ടടുത്ത വാക്ക് ഇങ്ങനെയാണ്, ചങ്കു പൊട്ടിക്കൊണ്ടാണ് ഈശോ പറയുന്നത്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞു. ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോട് തുണർന്നിരിക്കുക. എന്ന് വെച്ചാൽ അത് ബൈബിളിലെ ശുദ്ധമായ ഭാഷയിൽ എഴുതിയേക്കാണ്. ഒരു പച്ച മലയാളി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഈശോ ഒരു മലയാളിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗെത്സമനത്തോട്ടത്തുണ്ടെങ്കിൽ കോട്ടപ്പുറം കത്തീഡ്രലിന്റെ മുറ്റത്ത് വന്ന് മുട്ടുകുത്തിയെന്ന് ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ ചത്തുപോകൂന്ന് തോന്നുന്നേ, എൻ്റെ ചങ്ക് പൊട്ടിപ്പോകുന്നേ എന്ന്. തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാകാം. മരിച്ചു പോകുന്നു തോന്നും, ചങ്ക് പൊട്ടിപ്പോകുന്നു തോന്നുന്നു. കർത്താവേ, ഇനി ഈ വേദന ഇനിയും വന്നാൽ എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോകും, മരിച്ചു പോകും ഞാൻ. നിങ്ങൾ കടന്നു പോകുന്ന അതേ വേദനയിലൂടെ നിന്റെ ഈശോ കടന്നു പോയിട്ടുണ്ട്. നിന്നെ സഹായിക്കാൻ, നിന്റെ കൂടെ നിൽക്കാൻ, നിന്നെ മരണത്തിൻ്റെ പാശത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ അവൻ നിനക്ക് മുമ്പേ ഇതുപോലെയുള്ള വേദനയിലൂടെ കടന്നുപോയി. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഉണർന്നിരിക്കുക. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. 39-ാം വാക്യം, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആവട്ടെ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈശോയുടെ ഈ പീഡാനുഭവത്തിൻ്റെ രാത്രി, ഗെത്സമൻ രാത്രി, 3 സുവിശേഷങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. യോഹന്നാനിൽ നമ്മൾ കാണില്ല, മറ്റ് 3 സുവിശേഷങ്ങൾ കാണും. ഇവിടെ ഇങ്ങനെ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എന്നാണ് കാണുന്നത്. മറ്റൊരു സുവിശേഷത്തിൽ കാണുന്നത് ഈശോ മുട്ടക്കുത്തി എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു അംഗമാണെന്നാ രാത്രി നടന്നതെന്ന്. നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ചെറിയ വിഷമമൊക്കെ ഉണ്ട് ഈശോയെ. ചോറ് ഇപ്പോൾ 1.5 പ്ലേറ്റ് കഴിക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ 2 പ്ലേറ്റ് മുഖം നടിച്ചോണ്ടിരുന്ന. എന്തോ അന്നനാളം ചുരുങ്ങിപ്പോയോ, ആമാശം ഒട്ടിപ്പോയോ, അതിൻ്റെ ഒരു കൃപ എനിക്ക് തിരിച്ചു തന്ന കർത്താവേ. വളരെ കൂളായിട്ടായിരിക്കും ചിലപ്പോൾ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ഈശോ പ്രാർത്ഥിച്ചതാണ് എങ്ങനെയാണ്? നിങ്ങളിൽ കുറേ പേരും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. മുട്ട കൊത്തി നിന്ന്, കമിഴ്ന്ന് വീണ്, മിറ്റിലെ നിന്ന്, ചിലപ്പോൾ ഈ നടയിൽ കൂടെ മുട്ടയിൽ ഇഴഞ്ഞ്, എന്തോരം സഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞങ്ങളുടെ അവിടെ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന മാസത്തിലെ ഞങ്ങളുടെ ആദ്യത്തെ ധ്യാനം തപസ് ധ്യാനമാണ്. തപസ് ധ്യാനം എന്ന് വെച്ചാൽ ഭയങ്കര വിറ്റാണ്. 3 ദിവസം വെള്ളം മാത്രം, 72 മണിക്കൂർ ഭക്ഷണമില്ല. 3 ദിവസം മരണം കേട്ടാ. മരിക്കുന്നതിന് മുമ്പ് പ്രാവശ്യം പറഞ്ഞേ, അവിടെ വന്ന് മരിക്കാനിടയാവട്ടെ. പട്ടിണി നടന്നിട്ടല്ല, അവിടെ ആരും ഇതുവരെ 10-20 വർഷമായിട്ട് ആരും മരിച്ചിട്ടില്ല. 3 ദിവസം പട്ടിണി ഇരുന്ന് പ്രാർത്ഥിക്കാം. ധ്യാനം എന്ന് വെച്ചാൽ റെഗുലർ പോലെ, ഇപ്പോൾ വൈകുന്നേരത്തെ പോലെ ഒന്നല്ല. രാവിലെ 6:30 തുടങ്ങി വൈകുന്നേരം 9 മണി വരെ നമ്മുടെ സാധാരണ ധ്യാനം പോലെ തന്നെ ടോക്കും, ആരാധനയും, വിശുദ്ധ കുർബാന, കുമ്പസാരം എല്ലാം നോർമൽ ടൈം ടേബിൾ. ഭക്ഷണമില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. വീണ്ടും ഞാൻ യുവജനങ്ങളെ തള്ളുകയല്ല, നിങ്ങളങ്ങനെ വിചാരിക്കരുത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഒരു 80% യുവജനങ്ങളായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ ഒരിക്കലും പോവില്ല.
എൻ്റെ സഭയിലുള്ള പ്രതീക്ഷയും എനിക്കെൻ്റെ യുവജനങ്ങളിലുള്ള പ്രതീക്ഷ അതാണ്, ഇവർ നടത്തിക്കോളും അടുത്ത ലെവലിലേക്ക്. ഉറപ്പാണ്. ഈ പള്ളിയിൽ വരാത്തവന്മാരും ഈ പ്രാർത്ഥിക്കാത്തവന്മാരും ഈശോ തൊടുന്നൊരു മൊമെൻറ്റിലേക്ക് വരും, ഈശോ നടത്തും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പിന്നെന്തിനാ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്നത്? നമ്മൾക്ക് അവരെ ചവിച്ച് തള്ളാനല്ല, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മൾ കടപ്പെട്ടിരിക്കുന്നുള്ളൂ. അവർ പൊക്കിയെടുത്തോളൂ ഈ സഭയെ. അവരല്ലാണ്ട് പിന്നെ ആര് പൊക്കിയെടുത്താൻ? വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ സമയം നമ്മുടെ ഇടവകയിലെ ഈ നാട്ടിലും പുറത്തുമായിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക്, വിമല ഹൃദയത്തിലേക്ക് എല്ലാ യുവജനങ്ങളും കൊടുത്തുകൊണ്ട് ശക്തിയോടെ പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ യുവജനങ്ങൾ ഒത്തിരി പേരങ്ങനെ അവിടെ വന്ന് തപസ് കൂടുന്നതാണ്. അപ്പം ഞാൻ ആലോചിച്ചുകൊണ്ട് ഇവർക്ക് സാധാ ധ്യാനം കൂടിയ പോലെ 5 ദിവസം ഫുഡൊക്കെ അടിച്ചിരിക്കുക, എന്താ കുഴപ്പം? പക്ഷെ സഹനം ഏറ്റെടുക്കുകയാണ്. എന്നുവെച്ചാൽ അത്രയും വലിയ തീവ്ര ദുഃഖത്തിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെയൊക്കെ കാണും. എൻ്റെ അടുത്ത് വന്നിട്ട് 9 പ്രാവശ്യം IELTS തോറ്റുപോയി. 10ാമത്തെ തവണ ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്ന് തലേ കൈവെപ്പ് പ്രാർത്ഥന മേടിച്ചിട്ട് തപസ് കൂടി. അവൾ പരീക്ഷ ഹാളിൽ തലയിറങ്ങി വീണു. 11ാമത്തെ തവണ അവൾ പിന്നെയും തപസ് കൂടാൻ വന്നു. അത്രയും കോലം പ്രാർത്ഥിച്ച് കിട്ടാത്തൊക്കെ സാക്ഷ്യം പറഞ്ഞു കേട്ടോ. കർത്താവെ 11 പ്രാവശ്യം എഴുതി, 10ാമത്തെ തവണ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് തലകറങ്ങി വീണു, എന്നാലും 11ാമത്തെ തവണ കർത്താവ് എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ കർത്താവ് അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഭക്ഷണം ഉപേക്ഷിച്ച് 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കിയാൽ ഈശോ ഈ രാത്രി നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്നത് എന്താണ്? മറിഞ്ഞ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ചില സഹനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ചിലത് മാറണമെങ്കിൽ ഈശോ എന്നെ പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം പുറത്തു പോവില്ല. അത് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നത്? അവരൊന്നും അല്ല, നിങ്ങളെ തന്നെയാണ്. ഉപവാസവും പ്രാർത്ഥനയും കൂടാണ്ട് ചിലത് പോവില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വർഷങ്ങളായിട്ട് ചില ദുശീലങ്ങളിൽ പെട്ട് കിടക്കുന്നവർ ശരിക്കും അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് പറയും. ഉപവസിച്ച് പ്രാർത്ഥിച്ചോ. ഈശോയ്ക്ക് ഇത് കൊടുക്കണം. കർത്താവേ, ദിസ് ഈസ് മൈ പ്രോബ്ലം, എൻ്റെ പ്രശ്നം ഇതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്ത് ഇതാണ് പ്രശ്നം. ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ചിലത് പുറത്ത് പോവില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ജപമാല ചെല്ലുന്നുണ്ട്, നൊവേന ചെല്ലുന്നുണ്ട്. നിങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. അതിനൊരു വലിയ കൃപയാണ്. വെള്ളിയാഴ്ചകളിലൊക്കെ ഒരു നേരം നോക്കുന്നവരൊക്കെ ഉണ്ടോ? ഇല്ല. നമുക്ക് പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം കേട്ടോ. അടിപൊളി ഗ്രൂപ്പാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ നന്മയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങളെ ചുമ്മാ കിട്ടുമ്പോൾ ചൊറിയണമല്ലോ, അതുകൊണ്ട് ആണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈശോ അന്ന് രാത്രി ഇങ്ങനെ സഹനങ്ങളെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ആ പ്രാർത്ഥന, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇവിടെയാണ് ഒരുപക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ പിന്നെ കാണുന്നുണ്ട് ഈ കൂടെ നിന്ന് ശിഷ്യന്മാർ പോലും ഒരല്പസമയം കഴിഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ അത് അനുഭവം ഉണ്ടാകും. കുറച്ച് സമയമൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ സഹനങ്ങളിൽ നിന്നവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു, ഒരു 7 വരെ, ഇവിടെയൊക്കെ 7 ആണോ? 7 വരെ നമ്മുടെ കൂടെ ഇന്ന് സാരമില്ല കേട്ടോ, നമ്മളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഒരു ആദ്യത്തെ 2-3 ദിവസം വരെ അവർ നിങ്ങൾക്ക് ചോറൊക്കെ കൊണ്ട് വെച്ച് തരുമായിരിക്കും. ഇവിടെ ഒന്നും ആക്കേണ്ടതൊക്കെ പറയുമായിരിക്കും. 7 കഴിഞ്ഞാൽ ആ 7 ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു. ചിലപ്പോൾ ഒരു മൈൻഡ് പോലും ചെയ്യില്ലായിരിക്കും. ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ചിലപ്പോൾ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വന്നേക്കാം. നിങ്ങൾ നല്ല ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ വെരി ഗുഡ്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് മൈൻഡ് ചെയ്യില്ല. ഒരു സമയം വരെ ഒരു ഫേസ് വരെ നമ്മുടെ കൂടെ ദുഃഖത്തിൽ ആളുകൾ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് അവരവരുടെ ദുഃഖങ്ങളിലേക്ക് പോകും. രാത്രിയാണ്. പത്രോസും യാക്കോബ് യോഹന്നാനും പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ്, പക്ഷെ ഉറക്കം വരുന്നുണ്ട്. അവർ കിടന്നുറങ്ങി. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിച്ചാൽ മതിയേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോവും. ഈശോ പക്ഷെ ആ രാത്രിയിൽ അവിടെ ഇരുന്നു. പ്രാർത്ഥന അവസാനിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. 2-3 തവണ അത് ആവർത്തിച്ച്, പാനപാത്രം മാറിപ്പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേക്കണേ. ഇത്രയും കാലം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, ഇത് മാറണം, ഇത് ഏറ്റെടുക്കണം എന്നൊക്കെ. നമുക്കൊന്ന് ഒരു സ്വാതന്ത്ര്യത്തോടെ, നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്ന ഈ പിതാവിന്, ഈ അപ്പന് നിങ്ങളെക്കുറിച്ച് നല്ല പദ്ധതികളേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നമുക്ക് പറയാം. മാതാവിൻ്റെ 8 നോമ്പിൽ നമ്മളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവ് പറഞ്ഞ ഒരു കാര്യം നല്ല നോവളച്ച് നമ്മളോട് പറഞ്ഞില്ലേ, നിൻ്റെ ഹിതം നടക്കട്ടെ, നിൻ്റെ വാക്ക് നടക്കട്ടെ. ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നൊരു സമയത്ത് അത്ര ഫ്രീഡത്തോടെ, അത്ര വിശ്വാസത്തോടെ നിങ്ങൾക്ക് പറയാൻ പറ്റണം, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. വളരെ ഓർത്തിച്ചത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ.
ഇത് അന്ന് നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഇവിടെ എല്ലാം ഒരു ബോധ്യം നമുക്ക് കിട്ടേണ്ടത് എന്താണെന്നറിയോ? ഈ ഒറ്റപ്പെടലിൻ്റെ രാത്രിയിൽ, ഈ കൂട്ടുകാരുറങ്ങിയ രാത്രിയിൽ, ഈ സങ്കടങ്ങൾ പെയ്തൊഴുകിയ രാത്രിയിൽ ഈശോ ആരോടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പിതാവിനോട് ഇത് പറഞ്ഞതിന് ശേഷം ഉത്തരം പെട്ടെന്ന് കിട്ടുന്നില്ല. ഒറ്റുകൊടുക്കലുണ്ടാവുന്നു, പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു, കിടങ്ങിലിടുന്നു, ഒരു രാത്രി മുഴുവൻ സങ്കടപ്പെടുന്നു, പിറ്റേ ദിവസം പ്രിയപ്പെട്ടവർ പോലും ഇട്ടേച്ചു പോകുന്നു, സ്വന്തം അമ്മ കാണുകെ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, നാണം കെടുന്നു, കുരിശേ കയറുന്നു. ഒരു ക്ലൈമാക്റ്റിക് മൊമെൻറ്റിൽ ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. കുരിശേ കിടന്ന് അവസാന ശ്വാസം എടുത്തുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു. നമ്മുടെ നിരാശയുടെ സങ്കീർത്തനമായിട്ടൊന്നും കാണരുത്. സങ്കീർത്തനം 22 എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതൊരു പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. കാരണം കഴിഞ്ഞ രാത്രിയിൽ 24 മണിക്കൂറുകൾ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ രാത്രിയിൽ കടന്ന് ഈ പിതാവിനോടാണ് പ്രാർത്ഥിച്ചത്. പിതാവെ, പാനപാത്രം മാറ്റ്, നിന്റെ ഇഷ്ടം നടക്കട്ടെ, നീ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നടന്നതൊന്നും സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊന്നും അല്ല. അപമാനങ്ങളുണ്ടായി, കണ്ണുനീരുകളുണ്ടായി. ഈ അവസാന നിമിഷം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ സമയത്ത് പോലും ഒരു പ്രതീക്ഷയുണ്ട് മാനുഷികമായിട്ട്. ഈശോ കൃത്യമായിട്ട് അറിയാം എന്നാ സംഭവിക്കാൻ പോകുന്നത്. ഈ കുരിശിൽ ഇത് അവസാനിക്കില്ല, ഈ കല്ലറയിൽ അത് അവസാനിക്കില്ല, ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവനറിയാം. പക്ഷെ മാനുഷികമായിട്ട് ഈശോ അവിടെ കടന്ന് ചോദിക്കുന്നുണ്ട്, ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ കുരിശെ കടന്നുകൊണ്ട് നമ്മളൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളത് പറഞ്ഞു. അത് ദൈവത്തെ ചോദ്യം ചെയ്യലൊന്നുമല്ല, അത് ദൈവത്തെ ചോദ്യം ചെയ്യലല്ല. കാരണം ഈശോ ചോദ്യം ചെയ്യുകയല്ല ചെയ്തത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നാണ് വിളിച്ചത്. കൈവിട്ടുപോയോ എന്നുള്ളതൊക്കെ പിന്നെയാണ്. കാരണം സങ്കീർത്തനം 22 തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എൻ്റെ എല്ലുകൾ മുറിയുമ്പോഴും, എൻ്റെ ചോര ചിന്തുമ്പോഴും, ആളുകൾ എന്നെ ആക്രമിക്കുമ്പോഴും, എനിക്കെല്ലാം നിരാശ വരുമ്പോഴും എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് കരുതലുണ്ട്, അവനെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുമെന്നാണ് സങ്കീർത്തനം 22 പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അന്നാ വൈകുന്നേരം കിടന്ന് പ്രാർത്ഥിച്ചത്, ആ നട്ടവെയിലിൽ കിടന്ന് പ്രാർത്ഥിച്ചത്, എൻ്റെ ദൈവം എന്നെ കൈവിട്ടോ എന്നുള്ള ശാപവാക്കുകളല്ല. വിളിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നാണ്. അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് അത്ര സ്വാതന്ത്ര്യത്തിൽ പറയുന്നത്, നിങ്ങൾക്കൊരു സങ്കടം വരുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചോ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് കൈവിട്ടു എന്ന്. അവിടെ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്, എൻ്റെ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ദൈവം. അങ്ങനെ ഒരു ബോധ്യം കിട്ടിയവനെ, എനിക്കൊരു ദൈവമുണ്ടെന്നും, ഈ കുരിശേ കയറേണ്ടി വന്നാലും, ഒരു കല്ലറയിലേക്ക് ഞാൻ ഒതുങ്ങേണ്ടി വന്നാലും, ആ കല്ലറയിൽ നിന്നും എന്നെ ഉയർത്താൻ പറ്റുന്ന ദൈവം, ആ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്നവന് അവനെ മുട്ടുകുത്തിക്കാൻ ഈ ലോകത്തിലോ മറുലോകത്തിലോ പാതാളത്തിലോ ഉള്ള ഒരു ശക്തിക്കുമാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു.